എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം പിങ്ക് യൂണിക്കോൺ. സുഖാണല്ലോ അല്ലേ? ആ അസ്സലായി ഞമ്മളും അലക്കും. എവിടെ എൻ്റെ തട്ടം? ഇങ്ങനെയുള്ള പണ്ടേ ഉപേക്ഷിച്ചോ? പക്ഷേ ഇങ്ങനെയുള്ള ചില അത്യാസന്ന ഘട്ടങ്ങളിലൊക്കെ നമ്മളത് ഇടേണ്ടി വരുന്നതാണല്ലോ. കാരണം എപ്പോഴും അപ്പിടാൻ മുട്ടാന്ന് പറയാൻ പറ്റൂലേ, അതുകൊണ്ടാണ്. ഇന്ന് ചില ആളുകൾ അങ്ങനെയുണ്ട്. അങ്ങനെ ഞാൻ പോയി തട്ടം വാങ്ങി. ഓക്കെ. അപ്പോൾ എന്തായാലും തട്ടമിടുന്നതാണ് കേട്ടോ സുന്നത്തല്ല, ഫറലാണ്. അത് പ്രായപൂർത്തിയായ ആളുകൾ എല്ലാവരും തട്ടമിടണം എന്നാണ് പറയുക. ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. തട്ടടടി അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ കറക്റ്റ് ലൈനിലേക്ക് വന്നില്ല. അങ്ങനെ ആരിഫിനെ തട്ടടിപ്പിച്ചിട്ടോ. സംഗതി ഇപ്പം എനിക്കും തട്ടിടണം എന്നൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഒരു സനാതന ആങ്ങളെ ആയതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിതില്ലാത്തത്. ഈ തട്ടം എന്തിനാണ് ഇടുന്നത്? ഇതിപ്പോ ഒരുമാതിരി മീൻവല മാതിരിയല്ലേ. അന്ത്യനാളാകുമ്പോ അല്ല, അന്ത്യനാളാകുമ്പോ എന്താണ് ഇങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ വരുന്നതാണ് മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നത്. അതായത് അവിടെ സിറാത്തിന്റെ പാലത്തുനിന്ന് ഞാൻ താഴോട്ടങ്ങോട്ട് വീഴുക തന്നെ. സംഗതി ഇപ്പോൾ ഇതിൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പം ഞാനും ഇതിലേക്ക് വരുമ്പോൾ തലമറയ്ക്കൽ സുന്നത്താണെന്നാണല്ലോ ഇപ്പം നമ്മളോടും പറയാറ്. അപ്പം ഞാനൊരു ശ്രമമൊക്കെ നടത്തി. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ളൊരു തൊപ്പിയുണ്ട്. ഞാൻ ഇന്നാൾ പറഞ്ഞിരുന്നു, അത് വെച്ച് കഴിഞ്ഞാൽ ഒരു മദ്രസ പൊട്ടൻ ലുക്കാണെന്ന് എന്തൊട്ട് ചെയ്യാ, കണ്ടില്ലേ? അല്ല, അതെനിക്ക് അറിയാൻ ഇരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അതങ്ങ് ഒളിപ്പിക്കാൻ വേണ്ടി ഈ സാധനം എടുത്ത് വെച്ചത്. ഇപ്പം ശരിയല്ലേ? അപ്പോൾ അതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോൾ ഈ ഹിജാബിൻ്റെ വിഷയമൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളുടെ സുനിത, ഞാൻ പണ്ട് നമ്മളെന്താ നേരത്തെ എന്തോ ഒരു പേരൊക്കെ പുള്ളിക്കാരിക്ക് നമ്മൾ ഇട്ടിരുന്നല്ലോ, എന്താണ് സൂസു അമ്മായി, അങ്ങനെയല്ലേ നമ്മൾ? അതെ അതെ. പിന്നെ നമ്മള് വേറൊരു പേരുണ്ടായിരുന്നല്ലോ, ഇതന്നെ. കുറെ കാലം ഇത് കേട്ടിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ചും കൂടി പോരാ മരപ്പട്ടിയോ ഇനി വേറെ വല്ല പട്ടിയോ വല്ലതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കേൾക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് രണ്ടും കൽപ്പിച്ചാണ്. അപ്പോൾ അമ്മായി, സോറി സുനിത, എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ. എനിക്കൊരു സംശയം, ആരിഫ് എങ്ങനെ ലൈവ് നടത്തുന്നാണ് എന്റെ സംശയം. അതെ, അല്ലെ ഞാൻ തട്ടിട്ടിരിക്കണ കാരണം ആരിഫിനെ പിന്നെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അല്ല, തട്ടമിട്ട് ഓളാ തട്ടമിട്ടാലുണ്ട് സാറേ, അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ വരുമ്പോ ഒരു 1-2 ചളി, അതൊരു എന്റെ ഒരു കീഴ്വഴക്കാവുമ്പോ ഓരോരോ കീഴ്വഴക്കാവുമ്പോ. അല്ല, ഞാൻ ആലോചിച്ചത് അതല്ല. ഞാൻ ആലോചിച്ചത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മൈക്രോ അഗ്രഷനാന്ന് വിചാരിച്ചു ഞാൻ പെട്ടെന്നേ. അപ്പൊ മറ കെട്ടേണ്ടി വരുമല്ലോ എന്നുള്ള വല്ല സാധനമാണെന്ന്. അത്രക്കില്ല. അല്ല, ഹിജാബ് നിയമം എന്ന് പറയുമ്പോൾ മറ അതിൽ വരുന്നതാണ്, അതുകൊണ്ട് ചോദിച്ചാണ്. ഞാൻ ഇന്നിപ്പോ ഞാൻ നോക്കുമ്പോഴേ ഞാൻ ഭയങ്കരമായിട്ട് ഹിജാബ് നിയമം ഫോളോ ചെയ്തു. ഞാൻ കണ്ണ് വരെ കാണിക്കില്ല. ശരി. അതെ അതെ അതെ, കണ്ണ് മാത്രമായിട്ട് കാണിക്കാറില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ലോ. ഞാൻ ഈ സുനിതയെ പോലെ അത്രയ്ക്ക് എന്താ പറയാ കണ്ണീ ചോറയില്ലാത്ത ആളൊന്നുമല്ല. ഞാൻ ഈ ഹിജാബ് ആ ഒരു സംഗതി അതിൻ്റെ പേരിൽ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതേപോലെ തിളങ്ങുന്ന ഹിജാബൊക്കെ ഇട്ട് വന്ന് നിന്ന്, അതും നെറ്റാണ്, അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കാണാം. അത് വേറെ ചിത്രത്തിലൊക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇവിടെ ചില ഉസ്താദുമാരൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സുനിത ഇരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു വന്നതല്ല. ഞാൻ വളരെയധികം മാനവിക സ്നേഹം മുറ്റി നിൽക്കുന്ന ഫ്രീ തിങ്കർ ഓഫ് ദ ഇയർ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളൊരു മനുഷ്യനായതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ കരുതലോടെ വേണമല്ലോ നമ്മൾ അതിനകത്ത് കാര്യങ്ങൾ ചെയ്തു വെക്കാൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഞാൻ ഇവിടെ ചില രാജ്യങ്ങളിലെ ആളുകൾക്ക് കൂടി വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു ഹിജാബും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഇട്ടിട്ട് നമുക്ക് ആ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് നമ്മളുടെ ഒരു സെക്കൻഡ്, ഈ ഹിജാബ് ഇടാൻ വലിയ മെനക്കെടാന്ന് എന്തൊട്ടാ ചെയ്യുക അമ്മേ. ഇത് നമ്മൾ അഫ്ഗാനിസ്ഥാനിലെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അഫ്ഗാനിസ്ഥാനിൽ ചിരിക്കേ, മനുഷ്യത്വം കാണിക്കൂ പ്ലീസ്. മനുഷ്യനാണോടോ താനൊക്കെ? ഇതെവിടുന്ന് കിട്ടി? റോഡ് പണി നടക്കണ എവിടുന്ന് കേട്ടോണ്ട് വന്നാണ്. റോഡ് പണി, അത് ശരി. നമ്മളിത് അഫ്ഗാനിസ്ഥാനിലെ പെണ്ണുങ്ങളോടൊപ്പമാണ് നമ്മൾ. ഇത് കണ്ടില്ലേ, ഹിജാബി സ്ലേവറി.
ഹിജാബ് ഈസ് ജെൻഡർ അപ്പാർട്ടൈഡ്. ഇതിനെതിരെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. ഈ കളറും ആ കളറും ഒന്നല്ലേ? അല്ലേ? കളർ കറക്റ്റാ. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല കളർ ഒരു വ്യത്യാസമല്ല. പക്ഷെ നമ്മളെ സൂസു അമ്മായിക്ക് ഇതൊന്നും പിടിയിട്ടില്ല. എന്ന് മാത്രമല്ല, ഇതിപ്പോ നമ്മൾ കാണിച്ച അതിന്റെ പേരിൽ ഇപ്പൊ നമ്മൾ എന്ത് പറയും? ഇതാണ് ഇപ്പൊ നമ്മൾ കേൾക്കാൻ പോണേ. അന്നോട് ഇപ്പൊ ആരും ഇവിടെ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ ഇത് വിളിക്കും. ഇതാണ് ഇപ്പൊ ഉണ്ടാവാൻ പോണത്. അപ്പൊ ഇവർക്ക് ഈ ഹിജാബ് എന്താണെന്ന് അറിയില്ല, ഒരു മണ്ണാങ്കട്ട അറിയില്ല, ഈ സാധനം അപ്പിക്കുപ്പായാണോന്ന് അറിയില്ല. ഇതാണ് അവസ്ഥ. പക്ഷെ ഇതിപ്പോ അഫ്ഗാനിസ്ഥാനിലെ കുട്ടികൾക്ക് ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഇതിനാണ് ഇപ്പൊ നമ്മുടെ അവസ്ഥ. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഹിജാബ് ഈസ് സ്ലേവറി. ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് സ്ലേവറി ആൻഡ് ഇറ്റ് ഈസ് സിംബൽ ഓഫ് ഓപ്പറേഷൻ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അമ്മായി? ആൻഡ് ഇറ്റ് ഈസ് ജെൻഡർ അപ്പാർട്ടൈഡ്. ഇതാണ് ഹിജാബ് എന്ന് പറഞ്ഞാൽ. അത്രയേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്കുമല്ല ഇപ്പുറത്തേക്കുമല്ല. ഇതൊന്നും അറിയാതെ നിങ്ങൾ വല്ല കാനഡയിൽ ഇരുന്നിട്ട് ഈ കാക്കന്മാരുടെ മൂട് താങ്ങാൻ വേണ്ടിയിട്ട് ഈ വോക്ക് ഉണ്ണാക്കന്മാരോടൊപ്പം ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ അവരിൽ ഒരാളായിക്കൊണ്ട് നിങ്ങൾ ഈ കാണിക്കുന്ന ഈ തുരപ്പം പണി, ഈ ജിഹാദി കൂട്ടിക്കൊടുപ്പ് എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ അത് തന്നെയാണ് ഇവിടെ സുനിത ദേവദാസ് ചെയ്തത്. നല്ല അസൽ കൂട്ടിക്കൊടുപ്പാണ്. ഇനി ഇത് പറഞ്ഞതിൻ്റെ പേരിൽ അയ്യോ സ്ത്രീത്വത്തെ അപമാനിച്ചെന്നൊക്കെ പറഞ്ഞ് ഈ വഴിക്ക് ഇങ്ങോട്ട് എഴുന്നള്ളണ്ട. ഓക്കെ, നിങ്ങൾ ചെയ്ത പണിയുടെ പേര് അത് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന നാട്ടിൽ നടക്കുന്ന ഈ വിഷയത്തിലുള്ള ഇതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ ഈ ജിഹാദികൾ ഉണ്ടാക്കുന്ന ഇത്തരം ട്രാപ്പുകളിൽ പോയി അതിൻ്റെ പ്രായോജകരായിട്ട് മാറുന്ന ഒരവസ്ഥ. അതാണ് ഇവിടെ ഈ പറയുന്ന സുനിത ദേവദാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്ഷരമൊന്നും തെറ്റിയിട്ടില്ല. ഞാൻ ദേവദാസ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നീട്ടവും ദീർഘമൊന്നുമില്ല. പണ്ട് ഏതൊരു ഉസ്താദ് വിളിച്ച് പറഞ്ഞതിൻ്റെ വലിയ വിഷമത്തിലായിരുന്ന ആൾ ഏതോ ദേവദാസി നിങ്ങാണ്ട് വിളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ മാതിരി പണിയൊന്നും നമ്മൾ പറയില്ല. അങ്ങനെ ഞാൻ അത്രയ്ക്ക് ചീപ്പല്ല. അത് ഉസ്താദുമാരാണ് അങ്ങനെ ചീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. നമ്മളങ്ങനെയല്ലല്ലോ. നമ്മൾ വളരെ നല്ല ഭാഷയൊക്കെ പറയുന്ന ആളാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വാക്കുകൾ പോലും ഞാൻ പറയാറില്ല. അതൊക്കെ എനിക്ക് വിളിക്കേണ്ടി വന്നാൽ തന്നെ ഞാൻ സുനിതയുടെ തന്നെ വാക്കുകൾ ഉപയോഗിച്ചിട്ടേ ഞാനത് വിളിപ്പിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഈ വിഷയത്തെക്കുറിച്ച് എക്കും പൊക്കും അറിയാതെ ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ എഴുന്നള്ളിച്ച് നടക്കുന്ന ആൾ. അപ്പം ഞാൻ ഏതായാലും ഈ സുനിത ദേവദാസിന് ഇന്ന് നമ്മൾ ആ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് സുനിത ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കുൽസിതങ്ങൾ, ഈ ജിഹാദി കൂട്ടിക്കൊടുപ്പ്, അതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മളിവിടെ നിന്ന് പരിശോധിക്കും. അപ്പോൾ അതിനിന്ന് പിങ്ക് നമ്മളോടൊപ്പം ഉണ്ടാവും. അതിൻ്റെ കൂടെ ഈ സംഗതി ഇന്ന് ചെയ്യുന്നത്, ഇന്ന് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹിജാബ് ഇടാത്തതിൻ്റെ പേരിൽ തല്ലിക്കൊല്ലപ്പെട്ട മഹ്സ അമീനിക്ക് വേണ്ടിയാണ് നമ്മളിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. മഹ്സ അമീനി എന്ന് പറയുന്നത് ആരാണ് എന്ന് നമുക്കറിയാമെങ്കിൽ സുനിതയ്ക്ക് അറിയില്ല എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കി? സുനിതയുടെ ചാനലിൽ പോവുക, എന്നിട്ട് അതിനകത്ത് ആളുടെ വീഡിയോ അതുപോലെയുള്ള ആ ഒരു ഏരിയയിൽ പോയിട്ട് മഹ്സ അമീനി എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യാം. ഓക്കെ, അവിടെ ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. മലയാളത്തിൽ ഞാൻ സെർച്ച് ചെയ്തു, ദിസ് ചാനൽ ഹാസ് നോ കോണ്ടന്റ് ദാറ്റ് മാച്ച്ഡ് മഹ്സ അമീനി. ഓക്കെ, അങ്ങനെ ഒരു സാമാനത്തെക്കുറിച്ച് ഈ വളരെ പുരോഗമന സിംഗത്താത്ത ആയിട്ടുള്ള ഈ സുനിത ദേവദാസ് ഇതുവരെ ഒന്ന് അനങ്ങിയിട്ട് പോലുമില്ല എന്നുള്ളതാണ് കാണുക. കാരണം എന്താണ്? പുള്ളിക്കാരിക്ക് അത് പറ്റൂലല്ലോ. ഇക്ക പറഞ്ഞിട്ടുണ്ട് അതൊന്നും ചെയ്യരുത്. ഇക്ക പറഞ്ഞാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സുനിതയുടെ ഇക്ക പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സുനിതയ്ക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ ഇംഗ്ലീഷിൽ നോക്കി. മഹ്സ അമീനി എന്നുള്ള വാക്ക് അവിടെ എവിടെയെങ്കിലും ആ ചാനൽ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു കിടപ്പുണ്ടോ? അത് മഹ്സ മാത്രം നോക്കി, അമീനി എന്ന് മാത്രം നോക്കി, ഒരു രക്ഷയില്ല. അപ്പോൾ ഇനി അഥവാ ഇനി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കൊണ്ടുതരാം. ഈ ഒരു വിഷയത്തിൽ എന്താണ് മഹ്സ അമീനിക്ക് സംഭവിച്ചത്? ഈ ഹിജാബിൻ്റെ പേരിൽ ഈ ലോകത്ത് നടക്കുന്ന വിഷയത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒന്ന് നിങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ പറയും അത് അങ്ങ് ഇറാനിലുള്ള കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് പ്രതികരിക്കുന്നതെന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ആ ചിത്രം നമുക്ക് ഇവിടെ കാണിച്ചേക്കാലോ. അതായത് സുനിത ഇന്ന് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ. ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതായത് അതിൻ്റെ ചിത്രം അങ്ങോട്ട് കാണിച്ചേക്കാം. സോറി, എടുക്കാൻ മറന്നുപോയതാണ്. പോയി തരത്തിൽ കളിക്കടാ ട്രംപിനോട് ആയത്തുള്ള. അപ്പോൾ ഇറാനിലെ വാർത്ത പറയാനൊക്കെ അറിയാം നമ്മളുടെ സുനിതയ്ക്ക്. അറിയായികയൊന്നുമല്ല. ഇത് പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാക്ക പറയാത്തതിൻ്റെ പ്രശ്നമാണ്. ഇക്കാക്ക പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ഇക്ക പറയും തട്ടിടാൻ, അപ്പോൾ തട്ടിടും. ഇക്ക പറയും തട്ട ഊരാൻ, അപ്പോൾ ഊരും. ഇക്ക വേറെ എന്തെങ്കിലും ഊരാൻ പറഞ്ഞാൽ അതും ചിലപ്പോൾ ഊരുമായിരിക്കും. ഇതാണ് അവസ്ഥ. പറയുന്നോടൊന്നും വിചാരിക്കരുത് ഇതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലൊരു വിഷയത്തിൽ, ഇത്രമാത്രം ഗൗരവമുള്ളൊരു വിഷയത്തിൽ ഇങ്ങനെ ഈ അടിമത്തത്തിൻ്റെ ഈ ഒപ്രഷൻ്റെ സിമ്പിളായിട്ടുള്ള അതിൻ്റെ പേരിൽ ഇന്ന് ലോകത്തെ ആളുകൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വേളയിൽ ആ ഒരു സാധനത്തിനെ ഇതേപോലെ പൊക്കിപ്പിടിക്കാൻ എങ്ങനെ ഒരു പുരോഗമനം പറയുന്ന ആൾക്ക് സാധിക്കുന്നു? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അതിനോട് എന്താണ് പിങ്കിന് പറയാനുള്ളത് ആ ഒരു ഭാഗത്തോട്? എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഞാനൊരു കോയ ലോജിക്ക് എടുക്കുകയാണ് കേട്ടോ ഈ വിഷയത്തിൽ. ചില വിഷയത്തിൽ നമുക്ക് കോയ ലോജിക്ക് എടുക്കാം.
എനിക്ക് സുനിതനോട് ആകെ ഒരു ഇത് പറയാനുള്ളൂ. പഠിച്ചിട്ട് വിമർശിക്കൂ സഹോദരി എന്നാണ് എനിക്ക് ആകെ പറയാനുള്ളത് ഇതില്. ഇവര് നേരത്തെ ആരിഫ് പറഞ്ഞ തന്നെ ഇവര് ഇത്രയും മോശമായിട്ടുള്ള ഒരു കാര്യത്തിനെ ഗ്ലോറിഫൈ ചെയ്യണം. അവര് വരുന്നത് ഡീപ്പ് പ്രിവിലേജ് എന്നാണ്. അവർക്ക് ഇന്ന് തട്ടിട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ കഴിഞ്ഞിട്ട് ആ തട്ട അവർക്ക് എടുത്ത് ഊരിയിട്ട് അവർക്ക് അവരുടെ പണിയെടുക്കാൻ പോവാം കാനഡയിലും. പക്ഷെ അതുപോലെയാണോ ഇത് ഇടുന്ന ചെറിയ കുട്ടികള്, നിർബന്ധിച്ച് ഇടേണ്ടി വരുന്ന കുട്ടികളുടെ സ്ഥിതി അതുപോലെയാണോ? ആ കാര്യങ്ങളൊന്നും അറിയാതെ നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് എന്താണ് അവരുടെ ആ ഒരു പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സമൂഹത്തിനെ തന്നെ ഒരുപാട് ഒരുപാട് പിന്നോട്ട് നയിക്കുകയാണ്. എന്തെങ്കിലും തരത്തിൽ ഇത് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പേരൻസിനെ ഇത് കാണിച്ചിട്ട് അവരും കൂടെ എൻകറേജ് ചെയ്തിട്ട് സുനിത ദേവദാസ് പോലും ഇത് ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കില്ലേ? ഇതുപോലുള്ള ഒരു ഡീപ്ലി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യത്തിന് നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെതിരെ പറയാൻ പറ്റുന്നില്ല. ഓക്കെ, എനിക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ഒരു എന്താണ് ഗതികേട് എനിക്ക് മനസ്സിലാക്കാം, നിങ്ങൾക്ക് ജിഹാദി ഇതിനെതിരെ പ്രഷർ. പറയാൻ പറ്റും, മനസ്സിലാക്കാം. പക്ഷെ ഇടാതിരുന്നൂടെ വീഡിയോ? ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതുമാതിരിയുള്ളൊരു മോറൽ തിയേട്രിക്സ് ചെയ്യാതിരുന്നൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് നമ്മളെപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ഫാത്തിമ തഹലിയ ഇതുപോലെയുള്ള ഈ മുസ്ലിം ലീഗിൻ്റെ വനിതാ നേതാക്കൾ എന്നൊക്കെ പറഞ്ഞ് എഴുന്നള്ളി നടക്കുന്ന ആളുകൾ, ഇതേപോലുള്ള കുറേ ടീമുകൾ, ഇങ്ങനെയുള്ള പുരോഗമനം പറയുന്നു എന്ന് പറയുന്ന ആളുകൾ, ഇവരെല്ലാം സത്യത്തിൽ കൊണ്ടു നടക്കുന്ന ഇത്തരത്തിലുള്ളൊരു കപട നിലപാടാണ്. അതായത് ഈ അടിമത്തത്തിൻ്റെ ഈ സ്ലേവറിയുടെ ഈ സാധനത്തിനെ ഇവർക്ക് എങ്ങനെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സാധനം ഇത് അനുഭവിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ഈ കോപ്രായം കാണിക്കാൻ പറ്റുമോ? സുനിതയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. സുനിതയ്ക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ, സുനിതയുടെ വീഡിയോയിൽ എഴുന്നള്ളിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇത് പോയിട്ട് അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികളെ, മലാല യൂസുഫ് സായിയെ, അല്ലെങ്കിൽ അതേപോലെയുള്ള കുറേ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരെയൊക്കെ പോയിട്ട് ഒന്ന് ഇറാനിൽ ആ മസാമിനിയുടെ പ്രേതം അവിടെ ഒക്കെ അടങ്ങി നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, അവരെയൊക്കെ ഒന്ന് പോയിട്ടൊന്ന് പറഞ്ഞ് ഇതൊന്ന് മനസ്സിലാക്കിക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കാം. സുനിത മുള്ളും, നിക്കറിൽ മുള്ളും എന്നാണ് ഞാൻ പറയാം. പറ്റില്ല. അവർ ചിലപ്പോൾ തിരിച്ച് നിങ്ങളെ തലമണ്ടയ്ക്ക് ഇടിക്കും. അതാണ് ഉണ്ടാവുക. കാരണം അത്രമാത്രം ഈ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സുനിതയ്ക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനപ്പുറം, അതും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് സ്ത്രീകൾ ജീവിക്കുമ്പോൾ അവർ നേരിടുന്ന ഒരു വിഷയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് ഈ പറയുന്ന ഹിജാബ്, അതിൻ്റെ ബേസിസിലുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധനം നമ്മളുടെ സമൂഹത്തിലേക്ക് ഇടിച്ചിറക്കാൻ വേണ്ടിയിട്ട് ഈ ജിഹാദികളായിട്ടുള്ള ആളുകൾ, മുസ്ലിം ബ്രദർഹുഡ് പോലെയുള്ള ആ തരം സംഘടനകളുടെയൊക്കെ അജണ്ടകൾ പ്രകാരം ഈ നമ്മളുടെ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ ഇവിടെ ഇറക്കി വെക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടൊക്കെ നടത്തുന്നതിൻ്റെ ആ ഒരു കുത്തിത്തിരിപ്പ്, ആ സാധനത്തിൽ കൃത്യമായിട്ട് വീണ് കൊടുക്കുക മാത്രമല്ല അവരുടെ ചട്ടകങ്ങളായിട്ട് അവർക്ക് വേണ്ടി കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന അവസ്ഥയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഇതിൽ പരം എന്താണ് നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളെ ഈ രീതിയിൽ അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ വേറെ എന്ത് കാരണമാണ് ഉള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഹിജാബ്, ഇതിലാണ് സുനിത അറിഞ്ഞിട്ടും അറിയാതിരിക്കുന്നതാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഹിജാബ് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഈവൻ ഗ്ലോബലി ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്ട്രീംലി പൊളിറ്റിസൈസ്ഡ് സിമ്പിളാണ്. എന്തിന്റെ സിമ്പിളാണത്? അത് ഇത്തരത്തിലുള്ള ഇസ്ലാമിക് മൂവ്മെന്റ്സ് ശരിയ സ്പ്രെഡ് ചെയ്യാനുള്ള, അതായത് അവരുടെ ഒരു ഡിഫൈൻസ് ആണ്, ഒരു കളക്റ്റീവ് ഐഡന്റിറ്റി ആണെന്നുള്ള പറയുന്നതിന്റെ ടോപ്പ് സിമ്പിളാണ് ഈ ഹിജാബ്. അതിൽ നിന്നാണ് അവർ തുടങ്ങുക, അതിൽ നിന്നാണ് അവർ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ തുടങ്ങുക. എന്നിട്ട് ഈ ഒരു ഇസ്ലാമിക് ലോ നോർമലൈസ് ചെയ്യുന്നതിന്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് അവർ കൊണ്ടുവരുന്ന സാധനമാണ്. ഒന്നുമില്ലെങ്കിലും സുനിത ലോകത്ത് നടക്കുന്ന വാർത്തകളൊന്ന് വായിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുവരെ ഇരവാദം പറഞ്ഞു തുടങ്ങും, പിന്നെ അത് ഇസ്ലാമിക നിയമങ്ങൾ നോർമലൈസ് ചെയ്യാനുള്ള ഒരു സ്ഥിതിയിലേക്ക് വരും. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ വിസ്റ്റം ഗ്രൂപ്പുകാർ പോലുള്ളവരുടെ തീവ്ര ശബ്ദങ്ങൾ. അവരാണത് ഫസ്റ്റ് തുടങ്ങുക. അവര് തീവ്രമായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വരും. പിന്നെ ബാക്കിയുള്ളവര് മെല്ലെ മെല്ലെ നോർമലൈസ് ചെയ്യും, കുറച്ച് പതിയെ ശബ്ദത്തിൽ പറയും. സുനിത ദേവദാസ് പോലുള്ളവരും ഇതേമാതിരിയുള്ള ഗിമ്മിക്സുമായിട്ട് വരും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ ഡീപ്ലി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സാധനം, ഒരു പൊളിറ്റിക്കൽ സിമ്പിൾ ബേസിക്കലി ഡീസെൻസിറ്റൈസ് ആവാണ് സൊസൈറ്റി. ആരിഫ് എപ്പോഴും നമ്മുടെ എക്സ് മുസ്ലിം മൂവ്മെന്റ് എങ്ങനെയാണ് ഡീസെൻസിറ്റൈസ് ആവുന്നതെന്ന് പറയുന്നില്ലേ, അതിന്റെ ഒരു മറുവശാണ് അവര് ഇങ്ങനത്തെ സ്ട്രോങ് ആർഗ്യുമെന്റ്സ് കൊണ്ടുവന്നിട്ട് വിസ്റ്റം ഗ്രൂപ്പുകാർ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് അതിന് താഴെയുള്ള എന്തും പറയാലോ. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലേക്കാണ് വരുന്നത്. അവരുടെ ഒരു ടൂൾ ആവാതിരിക്കുക. ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു വിദ്യാഭ്യാസത്തിലുള്ള സ്ത്രീ അല്ലേ, അവരുടെ ഒരു ടൂൾ ആവാതിരിക്കുക. സോ ഒന്ന് ചിന്തിക്കുക ഇതുപോലുള്ള വീഡിയോകൾ ഇടുന്നതിന് മുന്നേ എന്നാണ് എനിക്ക് പറയുന്നത്.
ഇതിൽ ഒരു ചെറിയൊരു കാര്യം ഞാൻ ഒന്ന് ആഡ് ചെയ്യാൻ, ഒരു വീഡിയോ, അതായത് നമ്മളുടെ ഈ ഒരു വിഷയത്തിൽ ഹിജാബ് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്തത് എന്നത് സംബന്ധിച്ചിട്ട് ഒരു വെളിപ്പെടുത്തൽ പണ്ട് നമ്മളൊരു മാധ്യമ സുഹൃത്തൊക്കെ ആയിട്ടുള്ള ഒരാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എന്താണ് വീഡിയോ നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് കേട്ട് കളയാന്ന് വിചാരിക്കാം. ഒരു സെക്കൻഡ്. എന്റെ അനുഭവത്തിൽ നിന്ന് രണ്ട് കാര്യം പറയാം. എന്റെ അറിവിലുള്ള രണ്ട് കാര്യം പറയാം. ഒന്ന് എന്റെ അനുഭവം തന്നെയാണ്. ഞാൻ 2010 മുതൽ 2014 വരെ ഇന്ത്യ വിഷൻ എന്ന ചാനലിന്റെ എഡിറ്റോറിയൽ ഹെഡായിരുന്നു. ആ സമയത്ത് ഒരു ഘട്ടത്തിൽ എന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ, അദ്ദേഹം അന്ന് അസിസ്റ്റന്റ് അമീർ ആണെന്ന് തോന്നുന്നു, ആരിഫ് അലി, എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് പാളയത്തിനടുത്തുള്ള, പാളയം പള്ളിയുടെയും മറ്റും അടുത്തുള്ള ആ മാർക്കറ്റിന്റെ സൈഡിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ പോയാണ് ആരിഫ് അലിയെ കാണുന്നത്. അദ്ദേഹം എന്നോട് പ്രകടിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ഉത്കണ്ഠ, ഇന്ത്യ വിഷനിൽ അക്കാലത്ത് 3 വനിതാ ജേർണലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഒന്ന് നദീറ അജ്മൽ. നദീറ ഇപ്പൊ മാതൃഭൂമിയുടെ ബാംഗ്ലൂർ റിപ്പോർട്ടറാണ്, മാതൃഭൂമി ചാനലിന്റെ. ഒന്ന് ഫൗസിയ മുസ്തഫ, അവരിപ്പോ വീട്ടിലിരിക്കാണ്. ഒരു കാലത്ത് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ ഒരു റിപ്പോർട്ടറായിരുന്നു. പിന്നെ ഒന്ന് വി ഷബ്ന. ഷബ്ന പാലക്കാട് ജില്ലയുടെ ഒരു സ്കൂളിൽ അധ്യാപികയാണ് ഇന്ന്. ഈ 3 മുസ്ലിം പേരുള്ള റിപ്പോർട്ടർമാരുടെ വേഷത്തെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉത്കണ്ഠ. ഈ കുട്ടികൾ പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുന്ന ചിത്രം മുസ്ലിം സ്ത്രീകളെ കുറിച്ച് അവർ തലയിൽ തട്ടമിടുന്നില്ല, അതാണ് അവരുടെ പ്രശ്നം. അപ്പോ അതൊന്ന് മാറ്റാൻ എക്സിക്യൂട്ടീവ് എഡിറ്ററായ എനിക്ക് വേണമെങ്കിൽ ഇടപെടാം എന്നാണ് അദ്ദേഹത്തിന്റെ സജഷൻ. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊരു നിഷ്കളങ്കമായ കാര്യമല്ല, ഇതൊരു പൊളിറ്റിക്കൽ കൾച്ചറൽ പ്രോജക്റ്റ് ആണ് ഇസ്ലാമിസത്തിന്റെ, അതിന്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, സൗദി അറേബ്യയിലെ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി എഴുതിയ ഒരു കത്തിന്റെ പകർപ്പ് ഒരു ഘട്ടത്തിൽ എന്റെ കയ്യിൽ വന്നിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നത്, കേരളത്തിൽ ഇസ്ലാമിക് ഡ്രസ് കോഡ് ഇമ്പോസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്നതിൽ ഉള്ള ഞങ്ങളുടെ എഫർട്ടിനെ മാനിച്ച് നിങ്ങൾ അടുത്ത തവണ ഞങ്ങൾക്ക് തരുന്ന ഗ്രാന്റ് കൂട്ടണം എന്നാണ്. ഞാൻ ഉത്തരവാദിത്തത്തോടു കൂടി പറയാണ്, ഇങ്ങനെ ഇതൊരു ആഗോള പ്രോജക്റ്റാണ്. ഇസ്ലാമൈസേഷന്റെ, പാൻ ഇസ്ലാമിസത്തിന്റെ ഭാഗമായുള്ള ആഗോള പ്രോജക്റ്റാണിത്. അപ്പൊ അതിനെ അത്ര നിഷ്കളങ്കമായി നിങ്ങൾ കാണരുത്. വ്യക്തികളുടെ ചോയ്സ് എന്നോ അങ്ങനെ പറഞ്ഞ് കാണാൻ പാടില്ല. ഇതൊരു ഇസ്ലാമിസ്റ്റ് പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിന്റെ ഭാഗമായാണ് കഴിഞ്ഞ 30 വർഷമായി 1400 വർഷം നമ്മളുടെ ഉമ്മമാർ ധരിച്ച അവരുടെ വേഷത്തെയും അവരുടെ കൾച്ചറിനെയും റദ്ദാക്കിക്കൊണ്ട് മറ്റൊരു കൾച്ചർ വരുന്നത്. ഇതൊരു പ്രോജക്റ്റിന്റെ ഭാഗമാണ്. സൗദി അറേബ്യയിലെ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി എന്നൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ശമ്പളം വാങ്ങിയാണ് കേരളത്തിലെ ഒരുപാട് ഇസ്ലാമിസ്റ്റുകൾ ജോലി ചെയ്തത്. ഉദാഹരണത്തിന് അബ്ദുറഹ്മാൻ, അബ്ദുള്ള, ഒരു കാലത്ത് അബ്ദുള്ള, ഇപ്പോഴല്ല, ഒരു കാലത്ത് അബ്ദുള്ള, ഇവരെല്ലാം ആ സ്ഥലത്തിന്റെ പേരെന്താ, കൊടിയത്തൂരിനടുത്ത് ചേന്നമംഗലൂരിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. പക്ഷെ 1 രൂപയായിരിക്കും അവരുടെ സാലറി. അവർക്ക് സാലറി കിട്ടുന്നത് കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ആ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇവരെഴുതിയ ഒരു കത്തിലേക്ക് എനിക്ക് ഒരു ഘട്ടത്തിൽ ആക്സസ് ഉണ്ടായിരുന്നു. ആ കത്തിൽ ഇവർ പറയുന്നത് പർദ്ദയുടെ പ്രോപ്പഗേഷൻ അവരുടെ അജണ്ടയുടെ ഭാഗമാണ്, അതിന് ഫണ്ട് ചെയ്യണം എന്നാണ്. പർദ്ദ എന്നത് ആഗോള ഇസ്ലാമിക് പ്രോജക്റ്റിന്റെ ഭാഗമാണ്. നമ്മൾ ഒരു വേഷം ധരിക്കുന്ന ഒരു ജനവിഭാഗമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. ആരുടെ ചോയ്സ് ആണ് എന്നത് രണ്ടാമത്തെ പ്രശ്നം. ചോയ്സ് ആയിട്ട് പർദ്ദ ധരിക്കുന്ന സ്ത്രീകളോട് ബഹുമാനം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ നിർബന്ധത്തിന്റെ അംശങ്ങളുണ്ട്. അങ്ങേയറ്റത്തെ രാഷ്ട്രീയമായ നിർബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മദ്രസകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, അറബി കോളേജുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, പത്രമാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വലിയ ഒരു കൾച്ചറൽ പ്രോജക്റ്റായി നടപ്പാക്കപ്പെട്ടതാണ് ഈ പർദ്ദ എന്ന കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. ഓക്കെ, കേട്ടല്ലോ. അപ്പോൾ ഇത്രയും കേട്ട സ്ഥിതിക്ക് നമ്മളൊരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, ഹിജാബ് അത് ഒരു സ്ലേവറിയുടെ സിമ്പലാണ്, ഓപ്പറേഷൻ്റെ സിമ്പലാണ്, അത് ജെൻഡർ അപ്പാർട്ടൈഡാണ്. അത് ഇവിടെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഇസ്ലാമൈസേഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംഗതിയാണ്. അതിനുള്ള തെളിവുകളുണ്ട്. ഇത് സുനിതയ്ക്ക് നന്നായിട്ട് അറിയുന്ന വ്യക്തി തന്നെയാണ്. MP ബഷീർ, പഴയ ഇന്ത്യ വിഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞു. നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ വിളിച്ച് ചോദിക്കുക, അന്വേഷിക്കുക. അതാണ് സത്യത്തിൽ ഒരു സ്വതന്ത്ര ചിന്തകൾ അല്ലെങ്കിൽ പുരോഗമന പക്ഷത്ത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്. പക്ഷേ സുനിതയെ പോലെയുള്ള ആളുകൾ ചെയ്യുന്നത് ഇതൊന്നും ചെയ്യാതെ തങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം എന്ന നിലയ്ക്ക് ഈ കൂട്ടിക്കൊടുപ്പായിട്ട് നടക്കുന്നു എന്നതുകൊണ്ട് നിങ്ങളെ നമുക്ക് എതിർക്കേണ്ടി വരുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഏതായാലും എനിക്ക് പിങ്കിനോടുള്ള റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ആ ഹിജാബ് തലയിലിട്ടിരിക്കുന്നത് അത് ചുരുട്ടി കൂട്ടി ദൂരേക്ക് വലിച്ചെറിയുക. അതാണ് നമ്മളുടെ പ്രതിഷേധം എന്ന് പറയുന്നത്. കാരണം ഇവരെ പോലുള്ള ആളുകൾ ഇതിങ്ങനെ അണിഞ്ഞ് ഇങ്ങനെ ഇതിനെ
ഈ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ ഈ അടിമത്തത്തിൻ്റെ സിമ്പിളായിട്ടുള്ള ഈ ചങ്ങലയായിട്ടുള്ള ഈ ഹിജാബിനെ ഇതുപോലെ ഗ്ലോറിഫൈ ചെയ്യുക, അത് വസ്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കുക, അങ്ങനെ ഒരു ആംഗിളിൽ അതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കുൽസിത ശ്രമത്തിൻ്റെ ഒപ്പം കൂട്ടുനിൽക്കുന്നതാണ് ഇവിടെ സുനിത ചെയ്യുന്ന കുൽസിതങ്ങളിൽ ഒന്നാമത്തെ കുൽസിതം. ഈ സാധനത്തിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും അജ്ഞ ആയിക്കൊണ്ട് ഇതെന്താണെന്ന് പോലും ABCD അറിയാതെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാവാതെ കുറേ ആളുകളുടെ കയ്യടി കിട്ടാനോ അല്ലെങ്കിൽ ഇത് തൻ്റെ അജ്ഞത അതാണ് ശരി എന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു കണയും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പൂർണ്ണമായിട്ടും പരാജിതയായിട്ട് നിൽക്കുന്ന അടിമത്തത്തിന് വേണ്ടിയിട്ട് കുഴലൂതുന്ന ഒരു ഗതികേട് അതാണ് ഈ സുനിതയിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഇത് വളരെ തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളൂ. സുനിത, ഒരു രക്ഷയില്ല, നിങ്ങൾ ചെയ്തത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, അതിപ്പോൾ ഞാനൊക്കെ പോട്ടെ, നമ്മളൊക്കെ പലതും പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, സംഖ്യയാണ്, ആനയാണ് ഒക്കെ നമ്മൾ സമ്മതിക്കുന്നത്. പക്ഷേ ഇതിലൊന്നും ഭാഗമില്ലാതെ ഇവിടെ ഈ പറയുന്ന സാധനത്തിൽ നിന്ന് വിട്ട് മാറാൻ വേണ്ടി ഈ തലയിൽ നിന്ന് തട്ടമൊന്ന് ഊരാൻ വേണ്ടി അല്ലെങ്കിൽ അതൊന്ന് ഊരിയതിൻ്റെ പേരിൽ അടി കിട്ടിയിട്ട് ഇവിടെ ചോര ഒലിപ്പിച്ചിട്ട് പെൺകുട്ടികളൊക്കെ ചിലപ്പോൾ നമുക്ക് ഫോട്ടോ അയച്ചു തരും ചെവിയിൽ നിന്നൊക്കെ ചോര ഒലിക്കുന്നത്. എന്നിട്ട് പറയും എന്താ ചെയ്യുക ആരിഫ് സർ എന്നാണ് ചോദിക്കുക. നമ്മൾ പറയും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക, കംപ്ലൈൻറ്റ് കൊടുക്കുക, ഹോസ്പിറ്റലൈസ്ഡ് ആവുക. ഇതൊക്കെ ചെയ്താണ് പല ആളുകളെയും ചെയ്യുന്നത്, ഓരോ തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു യാഥാർത്ഥ്യം ഇവിടെ ഉണ്ടായിരിക്കെ ഇതിൻ്റെ പേരിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആ ആക്ടിവിസത്തിൽ പോയിട്ട് തലയിട്ടിട്ട് നിങ്ങൾ അതിനുവേണ്ടി വാദിക്കുന്ന ആളുകളാകുമ്പോൾ നിങ്ങൾ എന്തെന്നാണ് നമ്മൾ വിളിക്കേണ്ടത്? അതുകൊണ്ടാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കേണ്ടി വന്നത്. നിങ്ങൾ വെറും ഈ ജിഹാദി കൂട്ടുകൊടുപ്പുകാരിയാണ് എന്ന് നമ്മൾ അടിവരയിട്ട് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതായതുകൊണ്ടാണ്. അതിലിനി നിങ്ങൾക്ക് വിഷമിച്ചിട്ടോ നിങ്ങൾ ഇനി വേറെ വല്ല പണിയായിട്ട് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞാലൊന്നും ഇവിടെ ഒരു ചുക്ക് നടക്കാൻ പോകുന്നില്ല. ഇതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ തിരിച്ചറിയുക എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുക. ഇതാണ് നമ്മളുടെ ആവശ്യം. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ളൊരു പ്രധാനപ്പെട്ട ഒരു അടിമത്തത്തിൻ്റെ ചിഹ്നമായിട്ടുള്ള ഹിജാബിനെയാണ് എന്നതാണ് പറയാനുള്ളത്. നിങ്ങൾ കാണിച്ചതെല്ലാം വങ്കത്തരമാണ്. യെസ്, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഒന്നും അടയാനില്ല, മേലെ ഒന്നും അടയാനില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും മഹ്സാമിനിയുടെ വിവരം അത് എന്താന്ന് പോലും മനസ്സിലാക്കാതെ ഇരുന്നതിൻ്റെ കാരണം, ഒരു വീഡിയോ പോലും ചെയ്യാത്ത നിങ്ങളെപ്പോലുള്ള ആളുകൾ. അപ്പോൾ അത് ചോദിക്കുമ്പോൾ ഇറാനിൽ ഉള്ള കാര്യമില്ല, അതിൽ ഞാൻ എന്തിന് ഇടപെടണമെന്നാണെന്നുണ്ടെങ്കിൽ ഇൻജാതി സാധനം ആയത്തുള്ള ഖൊമേനി ഈ മഹ്സാമിനിയെ തല്ലിക്കൊന്ന ആ മറ്റേ അപ്പൂപ്പനെ ഇതേപോലെ ഗ്ലോറിഫൈ ചെയ്യുക. അയാൾ പറഞ്ഞ എന്തെങ്കിലും ഡയലോഗ് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ വീഡിയോ കാണിക്കുന്ന ഈ ഒരു ഉളുപ്പില്ലായ്മ, ഇതെന്തെന്നാണ് നമ്മളിതിനെ പറയേണ്ടതെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിലൊക്കെ വീഡിയോ ചെയ്യാം. പക്ഷേ ഹിജാബ് ഇട്ടുകൊണ്ട് ആ ഹിജാബിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടുള്ള മഹ്സാമിനിയെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിന്ന ആളെ കൂട്ടുപിടിച്ച് അയാളുടെ പേരിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ, അതും ഈ പറയുന്ന ഹിജാബിൻ്റെ വിവാദം നടക്കുന്ന ഈ ഒരു സമയത്ത് ചെയ്യുമ്പോൾ ഇതിനെന്തെന്നാണ് നമ്മൾ പറയുക? എന്താ വിളിക്കേണ്ടത് എൻ്റെ പൊന്ന് സുനിത? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. വെറുതെ ആണോ നമ്മൾ ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരി എന്ന് വിളിച്ചത്? അത് വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുരു പൊട്ടിയിട്ട് ഇതേപോലെയുള്ള വിളിയായിട്ട് ഇങ്ങോട്ട് വരാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നടക്കില്ല. നിങ്ങളുടെ ഗുണ്ടകൾ വന്ന് ഇവിടെ കമൻറ്റ് സെക്ഷനിൽ തെറിയൊക്കെ വിളിക്കുമായിരിക്കും, അതൊന്നും നമ്മുടെ വിഷയമുള്ളതല്ല. നമ്മുടെ ഗുണ്ടകൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ തെറി വിളിച്ചോളും, അത് അവിടെ നടക്കട്ടെ, അത് അവർ തമ്മിലായിക്കോളും. നമ്മൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുമായിട്ട് ഇങ്ങോട്ട് വരിക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതെല്ലാം കൊണ്ടും കൂടിയാണ് സത്യത്തിൽ ഇതേപോലെ കുറേ അന്തവും കുന്തവും ഇല്ലാത്ത ആളുകളെ പിടിച്ച് ഇതേപോലെ യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആയിട്ടുള്ള നിങ്ങളെപ്പോലുള്ള ആളുകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ സമൂഹത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഈ സമൂഹത്തെ മൊത്തത്തിൽ ഈ മതകീയമായിട്ട് ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തുറപ്പം പരിപാടി, ഇതെല്ലാം ചെയ്യുന്ന മതം ഏത്? ഒരേ ഒരു മതം, അത് ഇസ്ലാമാണ്. ആ സാധനം ഇസ്ലാം ആയതുകൊണ്ടാണ് ഞാൻ അതിനെ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നത്. ഇനി ഇതല്ല, അങ്ങനെ വിളിക്കരുത് എന്ന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ, ഒരെണ്ണം ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുവരാം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും അതിൽ പറയാനുണ്ടോ പിങ്കി? നല്ല ദേഷ്യമായിരുന്നു, പക്ഷെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതായാലും ഈ പേപ്പട്ടി മതം എന്നൊരു വശത്ത് പറയുമെങ്കിലും ഈ പറയുന്ന ഹിജാബിൻ്റെ പിന്നിലും ഒരു ലിംഗമത വിശേഷം കൂടിയുണ്ട്. അതും കൂടി നമ്മൾ പറയാറുണ്ട്. ഈ അപ്പി കുപ്പായം എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഹിജാബ് വിഷയത്തിലാണ് ഇത് രണ്ടും കൂടി നല്ലോണം മെർജായിട്ട് ഒരു സാമ്പാർ അവിയൽ പോലെ ഇത് രണ്ടും വരും. അതില് പേപ്പട്ടി മതവും വരും, അതാ ഞാൻ പറഞ്ഞത്, അതില് ലിംഗമതവും കൂടി വന്നിട്ട് അതെ. അപ്പൊ ഈ പേപ്പട്ടി മതത്വവും അതുപോലെ തന്നെ ഈ ലിംഗമതത്വവും ഇത് രണ്ടും കൂടി ക്ലബ്ബായിട്ട് വരുന്ന ഒരു പെർഫെക്റ്റ് വിഷയം അത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഹിജാബ്. അതാണ് നമ്മളിവിടെ ഇതിനെ എടുത്തു പറയേണ്ടി വരുന്നത്. കാരണം ഈ പറയുന്ന ഹിജാബിൻ്റെ അവതരണ പശ്ചാത്തലം അത് കാക്കാമാർക്കുള്ള എൻ്റെ ഒരു ചോദ്യമാണ്. നിങ്ങൾ ഏത് ആയത്ത് നമ്മൾ ഖുറാനിൽ പറഞ്ഞാലും നിങ്ങൾ ഉടനെ എന്താ പറയുക?
അതിൻ്റെ സന്ദർഭം പറയൂ എന്ന് പറയും. അത് യുദ്ധ സന്ദർഭത്തിലാണ്, അത് മറ്റേ സന്ദർഭത്തിലാണ്, അത് മറിച്ച സന്ദർഭത്തിലാണ് എന്നൊക്കെ പറയും. പക്ഷേ ഈ ഹിജാബിൻ്റെ കാര്യം പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ആയത്തിൻ്റെ കാര്യം പറയുമ്പോൾ എന്താണ് അതിൻ്റെ സന്ദർഭം നിങ്ങൾ എടുക്കാത്തത്? ഇത് അപ്പിയിടൽ സന്ദർഭമല്ലേ? അപ്പിയിടാൻ പോകുന്ന നേരത്ത് നബിയുടെ ഭാര്യമാരെ ഒളിഞ്ഞു നോക്കി പൂവാല ശല്യം ഉണ്ടാക്കിയ ഉമർ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് നബിയുടെ ഭാര്യമാരെ പൂവാല ശല്യമായിട്ട് നടക്കുമ്പോൾ ഭാര്യമാരെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടി തലയിലൂടെ മുണ്ടിട്ട് നടക്കണൊക്കെ നബിയുടെ ഭാര്യമാർ അല്ലെങ്കിൽ സ്വതന്ത്ര സ്ത്രീകളാണ്, അവരെ പിടിക്കരുത്, ബാക്കിയുള്ള അടിമപ്പെണ്ണുങ്ങളൊക്കെ പിടിച്ചോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇറക്കിയതല്ലേ സത്യത്തിൽ ഈ ഹിജാബിൻ്റെ ആയത്ത്? അതെന്തേ നിങ്ങൾ പറയാത്തത്? അപ്പോൾ ആ സന്ദർഭം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ മൊത്തം ഈ സാധനം പൊളിയുമെന്നിരിക്കെ സത്യത്തിൽ ഈ സുനിത ഇവിടെ ഇട്ടപ്പോൾ ഈ പറയുന്ന സാധനം ഇവിടെ ചെയ്യുമ്പോൾ സത്യത്തിൽ എന്തുണ്ടായത്? സുനിത പ്രഖ്യാപിക്കുക ചെയ്തത്, ഇനി എന്നെ പിടിക്കല്ലേ ഉമറേ, എന്നെ പിടിക്കല്ലേ ഉമറേ, ഇതല്ലേ ഇവിടെ സത്യത്തിൽ പറഞ്ഞത്. അങ്ങനല്ലത്, സുനിത ഇത് ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉമർ സുനിതന്റെ തട്ട് ഊരി മാറ്റും. നിനക്ക് തട്ടിടാനുള്ള അവകാശമില്ല. കാഫിറായ സുനിത ഇസ്ലാമിൽ ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ പറയാം, അപ്പം ഞാനിപ്പോൾ എനിക്ക് സുനിത അറിയാം നേരത്തെ. സുനിത തട്ടമിടാതെ ഇതേപോലെ കറങ്ങി നടക്കുന്ന ഒരു കാഫിറാണ്, ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ ഒരു ഉമറായിട്ട് ഞാൻ നടക്കുന്നു. അപ്പോൾ ഉമർ കയ്യിൽ വടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ അത് നമ്മളെ സുനിത അല്ലേ ആ പോയിരിക്കണത്, ഇവിടെ വാടി എന്ന് ഞാൻ വിളിക്കുന്നു. എന്നോടാരാ തട്ടിടാൻ പറഞ്ഞ? ഇജ് മതം സ്വീകരിച്ചോ? ഇജിപ്പോൾ സ്വതന്ത്ര സ്ത്രീ ആയോ? ഇല്ല ഉമർക്ക, ഞാനിപ്പോഴും സുനിത പഴയ നമ്മളെ യൂട്യൂബൊക്കെ ചെയ്യണ നമ്മളെ പഴയ സുനിത, ദേവദാസിന്റെ മകൾ സുനിത. അപ്പൊ പിന്നെ നീ എന്തിനാണ് ഈ തട്ടിട്ട് നടക്കണത്? അത് പിന്നെ ഒരു രസം, അപ്പുറത്ത് മറ്റേ നമ്മളെ ആങ്ങളമാരൊക്കെ ഇട്ട് നടക്കുന്നതൊക്കെ എന്നെ കുറെ കയ്യൊക്കെ അടിച്ചു. അതൊക്കെ അവിടെ, ഇവിടെ അത് നടക്കില്ല, അനക്കിതിടാനുള്ള അനുവാദമില്ല, മര്യാദയ്ക്ക് ഉരടി എന്ന് ഞാൻ പറയും. ഉമ്മർക്ക് അത് പറയും. അപ്പോൾ ഉമ്മർക്ക് ഞാനിതയാ പറയുന്നു, ഊരടി എന്ന് പറയും. അപ്പോൾ സുനിത ഈ ഇല്ലക്ക ഞാനത് ഊരില്ല, ഇത് ഐക്യദാർഢ്യമാണ്, ഹിജാബിട്ട ഹിജാബ് ചോയ്സാണ്. അതെ, ചോയ്സാണ്. ചോയ്സിനെതിരെ നിന്നുകൊണ്ടാണ്. ഇത് എന്ത് ചോയ്സാ മണ്ണക്കാട്ട് ഇവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മര്യാദയ്ക്ക് ഊരടി എന്ന് പറയും. അപ്പോൾ സുനിത ഊരൂല. അപ്പോൾ ഉമർ എന്ത് ചെയ്യും? കയ്യിലിരിക്കുന്ന വടിയെടുത്ത് 2 പെടയാണ് പിടയ്ക്കുക. അപ്പോൾ പിടയ്ക്കുക, എൻ്റെ ഉമ്മർക്ക് അടിക്കല്ലേ, തല്ലല്ലി, നമ്മൾ ഊരിക്കോളാം എന്ന് പറഞ്ഞ് സുനിത അത് ഊരി ഓടും. അപ്പോൾ പിന്നെ ആ ഓടുന്ന സമയത്ത് സുനിതയുടെ വേഷം എന്തായിരിക്കും? ഹിജാബ് ഇല്ലാത്ത വേഷം എന്ന് പറയുന്നത്. ആ വേഷം എനിക്കിവിടെ കാണിക്കാൻ പറ്റില്ല. കാണിച്ചാൽ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടും. എന്താണ് കാരണം? അത് ടോപ്ലെസ് ആണ്. അതാണ് അതിൻ്റെ കാര്യം. കാരണം അടിമ സ്ത്രീക്ക്, ഇതേപോലുള്ള പെണ്ണുങ്ങൾക്ക്, മുസ്ലിം അല്ല അത്, മുസ്ലിം ആണെങ്കിൽ പോലും അടിമ സ്ത്രീക്ക് അതില്ല കേട്ടോ, അതും കൂടി നമ്മൾ പറയണം. അതായത് അടിമ സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ ഹിജാബ് ഹറാമാണ്. അടിമ സ്ത്രീയുടെ വേഷം എന്ന് പറയുന്നത് പുരുഷന്റെ വേഷമാണ്. അതേതാണ്? മുട്ടുപൊക്കൾക്കിടയിൽ മാത്രമേ മറയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് ജീവിക്കുമ്പോൾ അവിടെ ഒരു കാഫിറായിട്ടുള്ള സുനിത അവിടെ ജീവിക്കുന്ന സമയത്ത് സുനിത വെറും അടിമയാണ്. അതാണ് അവിടുത്തെ വസ്തുത. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ സുനിത ടോപ്ലെസ് ആയിട്ട് നടക്കണം. ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം. ഇതറിയോ നമ്മളുടെ പൊന്നു സുനിതയ്ക്ക്? ഇല്ല. ആ അറിയാത്ത സാധനം എടുത്ത് വെച്ചിട്ടല്ലേ നിങ്ങൾ ഈ തലയിൽ ഈ സാധനം വലിച്ചു കയറ്റി ഇതുപോലെ നടക്കുന്നത്. ഇതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ വെറും ജിഹാദി കൂട്ടുകൊടുപ്പുകാരിയാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, നിങ്ങൾ പഠിച്ചിട്ട് വിമർശിക്കൂ സഹോദരി, ഇതൊന്നും അറിയാതെ ഇങ്ങനെ നിങ്ങൾ ചെറുതാവാണ്, വളരെ വളരെ ചെറുതാവാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയണ വിഷയം നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യുക. അതാണ് വേണ്ടത്. അങ്ങനെ ഒരു വിഷയം ഉണ്ടോ? ഉണ്ടാവില്ലല്ലോ. ഏതായാലും ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടാൻ പോണ മറുപടി എന്താണെന്ന് ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം. അതേതായാലും ഇപ്പോഴേ ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി അത് വിളിച്ച് നിങ്ങൾ വെറുതെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഏതായാലും നിങ്ങൾ വെറും കാഫിറാണ്. നിങ്ങൾക്ക് ഈ ഹിജാബ് ഇട്ട് നടക്കാനുള്ള അവകാശമില്ല ഇസ്ലാമിൽ. അതിട്ടാൽ അത് വടിയെടുത്ത് തല്ലി ഊരിക്കാനുള്ള അവകാശമാണ് ഒരു മുസ്ലിം പുരുഷന് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സുനിത ഇനി എന്തെല്ലാം പറഞ്ഞ് ഞാൻ വലിയ പ്രോ ചോയ്സ് ആണെന്നൊക്കെ പറഞ്ഞ് ഈ സാധനം വലിച്ച് കയറ്റിയാൽ പോലും അതിന് ഒരു വിലയുമില്ല. ടോപ്ലെസ് ആയിട്ട് നടന്നേ പറ്റൂ എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം. ആ ചിത്രം എനിക്കിവിടെ കാണിക്കാൻ പറ്റില്ല. ഇനി ഹിജാബ് ഇട്ടാലുള്ള അവസ്ഥ എന്താണ്? അത് ഈ ചിത്രത്തിലുള്ള മാതിരിയാണ്. അപ്പോൾ ഇവിടെ സത്യത്തിൽ സുനിത ഒരു പറ്റിക്കലാണ് നടത്തിയിരിക്കുന്നത്. ഈ ഒരു ഹിജാബ് ഇട്ടിട്ട് ഇങ്ങനെ ഇറാനിൽ പോകുന്നു, നിങ്ങളെ തല്ലിക്കൊല്ലും. അതാണ് ഉണ്ടാവുക. കാരണം എന്താണ്? ഇത് ഹിജാബ് പൊട്ടുണ്ട്, അതാണ് പൊട്ടുണ്ട്, മുടി കാണുന്നു, കഴുത്ത് കാണുന്നു. വെളിച്ചം കാണൂല. അതാ പറയുന്നത്, കഴുത്ത് കാണുന്നു, കഴുത്ത് കുറെ കാണുന്നുണ്ട്. മുൻകൈ ഞാൻ കണ്ടില്ല. അതെവിടുന്ന് കണ്ടു? ഞാൻ കണ്ടില്ലല്ലോ. വീഡിയോ കണ്ടപ്പോലെ. ഓക്കെ, ഭാഗ്യം. എനിക്ക് മൈക്രോ അഗ്രഷൻ ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. നന്നായി. അപ്പോൾ ഏതായാലും സുനിത യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഹിജാബ് ഒന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ടാർപ്പായ ഇട്ടാൽ എങ്ങനെ ഇരിക്കുമോ, അല്ലെങ്കിൽ ഇതേ ഒരു ഗാർബേജ് ബാഗ് എടുക്കുക, അതിനകത്ത് കയറിയിരുന്ന് എങ്ങനെ ഇരിക്കും? ഇതായിരിക്കുന്നത് സുനിതയാണ്.
സുനിതയാണ് ഇരിക്കുന്നത്, എൻ്റെ പൊന്നിക്ക എനിക്ക് ഹിജാബ് വേണ്ട എന്നിപ്പോൾ അവിടുന്ന് നിലവിളിക്കുകയാണ് ഇപ്പോൾ അവിടെ നമ്മൾ കേട്ടത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കിയേ. ഞാനൊന്ന് എല്ലാവരും ഒന്ന് സൈലൻ്റ് ആയി. അവിടെ ആ ചാക്കിനകത്തിരിക്കുന്ന സുനിത എന്തോ നമ്മളോട്, ഒരാൾ മാത്രമേ പർദ്ദയുള്ളൂ, ബാക്കിയൊക്കെ ട്രാഷാണ്. എനിക്കോ മേല ഇതാണ് ആ സാധനം. ഏതാണ്? ഓ മറ്റേത്. ഇപ്പൊ ശരിയായില്ലേ? അപ്പോ എല്ലാവരും പ്ലീസ് സൈലന്റ്. അവിടെ സുനിത നമ്മളോട് എന്തോ പറയുന്നുണ്ട്. അവിടുന്ന് ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ടോ? അവിടുന്ന് ശബ്ദം കേൾക്കുന്നുണ്ടോ? ഞാനാണ് വീട്ടിൽ പോട്ടെ, മതിയായിക്കണക്ക. ഞാൻ കാനഡയിൽ പോയി കാഫിറായിട്ട് ജീവിച്ചോളായിക്ക, എനിക്കിത് വേണ്ട. ഇതാണ് അവിടുന്ന് കേൾക്കുന്നത്. തേങ്ങൽ, എൻ്റെ പൊന്നിക്ക എന്നെ ഇറക്കി വിടിക്ക, എനിക്ക് ഹിജാബ് വേണ്ടക്ക. ഇതാണ് അവിടെ കേൾക്കുക. ഇതാണ് ഒറിജിനൽ. ഈ സാധനം ഇടാനുള്ള ത്രാണി, ഇതിനുള്ള ധൈര്യം, ഇതിനുള്ള കെൽപ്പ് അതുണ്ടോ സുനിതയ്ക്ക്? ഞാൻ വെല്ലുവിളിക്കുകയാണ്. സുനിത ഇതിട്ട് നടന്നു കാണിക്കുക, എന്നിട്ട് ഇതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പറയും. ഇതാണ് ഹിജാബ്, ഇസ്ലാം പഠിപ്പിക്കുന്ന ഹിജാബ് ഇതാണ്. എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു ഇത് ഇടാൻ പറഞ്ഞാല് നാളെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിട്ട് അവരത്രയും തറയായതുകൊണ്ട് നാളെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി അവർ ഇതിട്ട് വരും. പേടിയുണ്ടല്ലേ? എനിക്കാ പേടിയില്ല. എനിക്ക് അവരറിയാം. അവരിട്ടാൽ എന്താണ്? അല്ല, അവരെല്ലാ ദിവസവും ഇത് ഇടാണ്. അതെനിക്ക് പറയാം. ഒരു വീഡിയോ കിട്ടിട്ട് പിന്നെ ഊരലല്ല, എല്ലാ ദിവസവും ഈ ചാക്കിലിരിക്കുകയാണെങ്കിൽ മാത്രം അതിനെ പറ്റി സംസാരിച്ചാൽ മതി എന്നാ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അനുവാദമില്ല. അതെ, എന്തായാലും ഇതാണ് ഈ സുനിത ദേവദാസിനെ പോലെയുള്ള പുരോഗമന സിംഗങ്ങളുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അവർക്ക് ഈ സാധനം ഇടാനൊന്നും പറ്റില്ല. അവർക്ക് സൗകര്യമുള്ള പോലെ ഒരു സാധനം ഇട്ടുകൊണ്ട് നടക്കും. അഥവാ നമ്മൾ പറയുന്നത് ഹിജാബ്, ദാറ്റ് ഈസ് ദ സിംബൽ ഓഫ് സ്ലേവറി, ഓപ്പറേഷൻ ആൻഡ് ഇറ്റ് ഈസ് ജെൻഡർ അപ്പാർട്ടൈഡ്. ഇതിന് അപ്പുറത്തേക്കുമില്ല ഇപ്പുറത്തേക്കുമില്ല. ഇതിവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്തെല്ലാം ഷോ ഓഫ് കാണിച്ചാലും അത് കാണിച്ച് കൈയടിക്കാൻ കുറേ മദ്രസ വേട്ടാളന്മാരുണ്ടാവും എന്നുള്ളതല്ലാതെ, കുറേ മദ്രസ വാണങ്ങളുണ്ടാവും എന്നുള്ളതല്ലാതെ ബോധമുള്ള ആരും നിങ്ങളെ കൂടെ കൂടില്ല എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മളതാ പറയുന്നത്, ഈ സാധനം ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് ഓപ്പറേഷൻ. ഇത് ഒരു തുണിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സാധനമല്ല. അതും കൂടിയാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു, അവിടെ അഫ്ഗാനിസ്ഥാനിൽ മരിച്ചു വീണു സ്ത്രീകൾ ഭൂകമ്പത്തിൽ. അവരുടെ ശവശരീരം എടുത്തുകൊണ്ട് പോകാൻ ആളില്ല. അവരുടെ പരിക്ക് പറ്റി കിടക്കുന്ന ആളുകളെ എടുത്തുകൊണ്ട് പോകാൻ ആളില്ല. അവരതിൽ നിന്ന് തടയുന്ന നിയമം എന്താണ്? ഹിജാബ് നിയമമാണ്. അപ്പോൾ സുനിതയെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കഷ്ണം തുണി, ഒരു കോണകം, അത്രയേ ഉള്ളൂ സുനിതയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇസ്ലാമിലെ ഹിജാബ് നിയമം എന്ന് പറഞ്ഞാൽ അതൊരു കോണക തുണി മാത്രമല്ല. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന സ്ത്രീ പുരുഷ സെഗ്രിഗേഷൻ അതിനകത്ത് വരുന്നു. അതിനകത്ത് സ്ത്രീകളെ വിദ്യാഭ്യാസത്തിന് പുറത്ത് വിടരുത് എന്ന് പറയുന്ന നിയമം വരുന്നു. അവിടെ കർട്ടൻ കെട്ടുന്നതിനെക്കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് വരുന്നു. ജനലുകൾ പാടില്ല എന്ന് പറയുന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും, അത് വരുന്നു. പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ ഇറങ്ങി നടക്കരുത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും, അതും ഈ ഹിജാബ് നിയമത്തിൽ വരുന്നു. അതേപോലെ ജോലി സ്ഥലങ്ങളിൽ വരരുത് എന്ന് പറയുന്നു, അതും ഹിജാബ് നിയമത്തിലാണ്. അപ്പോൾ ഒരു ഫുള്ളി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇസ്ലാമിക് ഒരു റൂൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ നിങ്ങൾ എന്തെല്ലാം കാണുന്നുണ്ടോ അതിൻ്റെ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ് ഈ തലയിലിടുന്ന ഈ അപ്പിക്കുപ്പ എന്ന് പറയുന്നത്. ബാക്കി അതിൻ്റെ സംഗതി മുഴുവൻ ഇതിനടിയിലാണ് കിടക്കുന്നത്. ഇത് അറിയുന്ന ആളുകളാണ് എന്നെപ്പോലെ അല്ലെങ്കിൽ പിങ്കിയെ പോലെയൊക്കെയുള്ള ആളുകൾ, എക്സ് മുസ്ലിംസ്. നമ്മളത് അറിയുന്ന വ്യക്തികൾ, നമ്മളത് മനസ്സിലാക്കിയ വ്യക്തികൾ, നമ്മളതിലൂടെ പോയിട്ടുള്ള വ്യക്തികൾ. ഇവിടെ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് അടിച്ചേൽപ്പിച്ച വ്യക്തിയാണ്, ഇത് അടിച്ചേൽക്കേണ്ടി വന്ന വ്യക്തിയാണ്, ഇത് കൊണ്ടു നടക്കേണ്ടി വന്നു. അതിൻ്റെ പേരിൽ സ്ലട്ട് ഷെയ്മിങ് പോലും ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു ഗതികേട്. അതായത് നിങ്ങൾ ഇന്ന് തലയിൽ തട്ടിടുന്നൊരു വിശ്വാസി, നിങ്ങളുടെ വിശ്വാസം പോകുന്നു, നിങ്ങൾ നാളെ തലേന്ന് തട്ടമൂരുന്നു. നിങ്ങൾ കേൾക്കേണ്ടി വരുന്ന വിളി എന്താണ്? വേശ്യ എന്നുള്ള വിളിയാണ്. കാരണം എന്താണ്? ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ്. റേപ്പ് കൾച്ചറാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഈ ചാസ്റ്റിറ്റി അതിനെ പോലും നിശ്ചയിക്കുന്ന ഒരു സംഗതിയാണ്, ഒരു തുണിക്കഷ്ണമാണ് ഈ പറയുന്ന ഹിജാബ് എന്ന് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ സുനിത ഇനി നാളെ മുതൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഹിജാബ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സുനിത വിളിച്ചോതുന്ന എന്താണ്? ആസ് പെർ ഇസ്ലാമിക് റൂൾ എന്ന് പറയുന്നത്. കാരണം അതൊരു വസ്ത്രമല്ല, ഒന്നാമത്തെ കാര്യം, അത് റിലീജിയസ് സിംബലാണ്. അപ്പോൾ സുനിത എന്താണ്? സുനിത ഒരു വേശ്യയല്ല എന്നാണ് സത്യത്തിൽ ഹിജാബ് ഇടുമ്പോൾ അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഹിജാബ് ഊരിയാൽ എന്താണ് സുനിത പറഞ്ഞു വെക്കുന്നതെന്നും കൂടി സുനിത ഒന്ന് മനസ്സിലാക്കി വെച്ചു. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോംപ്രിഹെൻസീവായിട്ട് ഇതിനെ മൊത്തത്തിൽ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതും അതിൻ്റെ പേരിൽ ഒരു നിലപാടെടുക്കുന്നതും അതിലെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതൊക്കെ. പക്ഷേ സുനിതയെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല. ഒരു പെർഫോമേറ്റീവ് ആയിട്ടുള്ള ഒരു പുഷ് മാത്രമേ അവിടെ ഉള്ളൂ. ആ ഒരു
തിയേട്രിക്സ് വെച്ചുകൊണ്ട് നടത്തുന്ന കുറച്ച് കോപ്രായത്തരങ്ങൾ, കുൽസിതങ്ങൾ മാത്രമായിട്ട് അത് മാറുന്നു, ചുരുങ്ങുന്നു. സോ ഷാലോ എന്നേ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യു ആർ ജസ്റ്റ് പിമ്പിങ് ഫോർ ദ ജിഹാദീസ് എന്ന് പറയേണ്ടി വരുന്നത്. അപ്പോൾ അതിനെയെങ്കിലും മനസ്സിലാക്കുക. ഈ ചിത്രങ്ങൾ നിങ്ങളെ കണ്ണ് തുറപ്പിക്കട്ടെ, ഇതുപോലെയുള്ള ആളുകളുടെ കണ്ണ് തുറപ്പിക്കട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാനത് കാണിക്കുന്നത്. അപ്പോൾ ഏതായാലും ആഹാ എന്നാൽ ഞാനും തട്ടമിടും എന്ന് പറയുന്ന വീഡിയോ നമ്മളോട് പ്ലേ ചെയ്യും. പക്ഷേ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ പറയുന്നത്, തട്ടമിടും എന്നൊക്കെ പറയുമ്പോൾ അതെന്തോ വസ്ത്രമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ അത് നിങ്ങളിൽ വെച്ച് തന്നത് നിങ്ങൾ അതിൽ വീണുപോയി എന്നുള്ളത് അറിയുന്നതുകൊണ്ട് അത് മാറ്റിയിട്ട് സുനിത സത്യത്തിലൂടെ പറഞ്ഞു വെച്ചത് എന്താണ്, എന്നാൽ ഞാൻ അപ്പിക്കുപ്പായമിടും എന്നാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കാരണം ആ തലയിലിട്ടിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് വെറും അപ്പിക്കുപ്പായം മാത്രമാണ്. ഇതാണ് ഇസ്ലാമിലെ ആ തുണിക്കഷ്ണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നിങ്ങൾ എന്തെല്ലാം വസ്ത്രം, അതിന് കന്യാസ്ത്രീകളെ വസ്ത്രമായിട്ട് കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വെളുപ്പിക്കാനുള്ള ശ്രമം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ചുരിദാറായിട്ടോ സാരിയായിട്ടോ ഒക്കെ കമ്പയർ ചെയ്തുകൊണ്ട് അതുപോലൊരു സാധനമാണ് എന്ന് പറയാനൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിവിടെ നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വിഷയത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് ഇതിൻ്റെ മറ്റൊരു വശമായിട്ട് നമ്മൾ കണ്ടത്, സുനിതയിൽ നിന്നൊന്ന് വിട്ടു പറയുകയാണെങ്കിൽ ഈ ഒരു സംഗതിയാണ്. ഒരു ആയിഷ എന്ന് പറയുന്ന ഒരു കുട്ടി നടത്തിയൊരു പ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ കണ്ടു. നമ്മൾ ആ പ്രസംഗം പ്ലേ ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല, അതിനകത്ത് ഇവിടെ കാണുന്നുണ്ട്. കുട്ടി തട്ടമിടാതെ സ്റ്റേജിൽ കയറി വന്ന് നിൽക്കുന്നു. എന്നിട്ട് അവിടെ ഏതൊരു മന്ത്രിയൊക്കെ അവിടെ ഉണ്ട്. എന്നിട്ട് അവിടെ നിന്നിട്ട് സ്റ്റേജിലേക്ക് ഒരാളോട് കയറി വരാൻ പറയുന്നു. അപ്പോൾ കയ്യിൽ ആ തട്ടമിട്ട ഒരു പെൺകുട്ടി കയറി വരുന്നു. എന്നിട്ട് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് തട്ടം വാങ്ങിച്ചിട്ട് ഈ തലയിലേക്ക് ഇട്ടിട്ട് പറയാണ്, ഈ തട്ടമിട്ട കാണുമ്പോൾ പേടി തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാഴ്ചയുടേതല്ല, കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ പേടി തോന്നാം എന്ന് അവിടെ ഒരു സൂചന കൊടുക്കുന്നില്ലേ? ഇതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് എന്തിനാണ് ആ ചോദ്യം ഇവിടെ വരുന്നത്? ഇപ്പോൾ ഞാനിത് ഇവിടെ ഈ മാല ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ചില ആളുകൾക്ക് പേടി തോന്നാറുണ്ട് എന്നല്ലേ അവിടെ വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ തട്ടം കാണുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ചില ചിഹ്നങ്ങൾ കാണുമ്പോൾ ചില ആളുകൾക്ക് പ്രശ്നം തോന്നാറുണ്ട് എന്ന് അവർ സമ്മതിക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അതിൻ്റെ പിന്നിലുള്ള സംഗതികൾ മുഴുവൻ അവർ ഒരു വിക്ടിം കാർഡാക്കി മാറ്റുന്നു. അത് വെച്ചുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഗെയിന് വേണ്ടിയിട്ട് നിൽക്കുന്നു. ഇതാണ് ഇവിടെ കാണുന്നത്. ഈ ചോദ്യത്തിന് ഉന്നയിക്കാൻ വേണ്ടി കുട്ടികളെ അവർ ഉപയോഗിക്കുന്നു. ഇതാണ് ഇവിടെ ഗാസയിൽ നടക്കുന്നത്, കുട്ടികളെ വെച്ചുകൊണ്ട് നടത്തുന്ന പ്രൊപ്പഗൻഡ. അതിനുവേണ്ടി അവരെ ഇതുപോലെ ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്ന ഇത്രേ കാര്യമുള്ളൂ, രണ്ട് കാര്യങ്ങൾ. അതായത് ഇങ്ങനെ ഒരു കുട്ടി സ്റ്റേജിലേക്ക് കയറി വന്ന് ഈ സാധനം നടത്തുന്നു. കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ മറ്റൊരു വീഡിയോ കണ്ടത്, സമസ്തയുടെ ഒരു സമ്മാനവേദി, അതിലേക്ക് സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി കയറി വന്നപ്പോൾ ആരാ ഈ കുട്ടീനെ ഇങ്ങോട്ട് വിളിച്ചത്? 10ാം ക്ലാസ് അല്ലേ മാഷിത, ആരാ കുട്ടീനെ ഇങ്ങോട്ട് വിളിച്ചത് എന്ന് ചോദിച്ചിട്ട്, അത് ശരിയല്ല, സമസ്തയുടെ നിയമം നിങ്ങൾക്ക് അറിയില്ലേ, ഇങ്ങനെയൊക്കെ വിളിക്കാൻ പാടുണ്ടോ, കുട്ടിയുടെ രക്ഷിതാവല്ലേ വന്ന് വാങ്ങേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ ഇറക്കി വിട്ടത് ആരാണ്? അപ്പോൾ അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലുണ്ട്. അത് സുനിതയ്ക്ക് അറിയില്ല. കാരണം എന്താണ്? സുനിത അവിടെ കൂട്ടിക്കൊടുക്കുന്ന ആ തിരക്കിലാണ്. നമ്മൾ ക്ഷമിച്ചു കൊടുക്കുന്നു. പക്ഷേ ഇത് അല്ല ഇവിടെ നടന്നത്. അപ്പോൾ ആ കുട്ടിക്കില്ലാത്ത എന്ത് പ്രിവിലേജാണ് ഈ കുട്ടിക്കുള്ളത്? കാരണം ഈ കുട്ടി ഒരു മതകീയമായ ഒരു സാഹചര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു പ്രിവിലേജ് ആ കുട്ടിക്കുണ്ട്. ആ ഒരു പൊതുസമൂഹത്തിൻ്റെ സപ്പോർട്ട് ഈ കുട്ടിക്കുണ്ട്. പക്ഷേ മറ്റേ കുട്ടിക്ക് അതില്ല. അപ്പം നമ്മളിവിടെ ഈ ഹിജാബിനെതിരെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ കുട്ടികൾക്കും ഇതേപോലെ ഒരു പ്രിവിലേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ പ്രിവിലേജ് കിട്ടി പുറത്ത് വന്ന ആളുകൾ വന്നിട്ട് ഒരു അടിമത്തത്തിൽ നിന്നും ചങ്ങലയുടെ ആ കെട്ടുപാടുകളിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ഒരു അടിമ പുറത്ത് വന്നിട്ട് പറയാണ്, അതത്ര വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ ഇടുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പിന്നെ ഇങ്ങനെ കുറച്ച് ദിവസമൊക്കെ ചൊറിഞ്ഞു പൊട്ടും, പിന്നെ വലിയ കുഴപ്പം, അങ്ങനെയാണല്ലേ, എന്നാൽ ഒന്ന് ഇട്ട് നോക്കാമല്ലേ, അതെ ഞാൻ വേണ്ടി ഇട്ട് കാണിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ ചങ്ങല കൈമിടുന്നു, ഒരു 10 ദിവസമൊക്കെ നടക്കും, എന്നിട്ട് ഊരി കാണിക്കുക. അപ്പോൾ മറ്റവൻ പോയിട്ട് അത് ഇടും, അവന് അവിടെ പോയി തല വെച്ച് കൊടുക്കും. അപ്പോൾ എങ്ങനെയാണ് അവിടെ അവനത് പ്രചോദനമായിട്ട് മാറുന്നത്? കാരണം ഇവൻ എപ്പോൾ വേണേലും ഊരാമെന്നുള്ളൊരു പ്രിവിലേജ് ഉണ്ട്, മറ്റവൻ എപ്പോൾ വേണേലും ഊരാമെന്ന പ്രിവിലേജ് ഇല്ല. അതാണ് അവിടുത്തെ വ്യത്യാസം. അപ്പോൾ ആ പ്രിവിലേജ് വെച്ചുകൊണ്ട് കാണിക്കുന്ന ഒരു ഗിമിക്, അതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഈ കുട്ടിക്ക് സ്റ്റേജിലോ അമ്പിളിയമ്മാവൻ്റെ മുകളിലോ എവിടെ വേണമെങ്കിലും തട്ടം ഇട്ടിട്ടോ ഇടാതെയോ എങ്ങനെ വേണമെങ്കിലും കയറി നിൽക്കാം, തലയിൽ ഇടാം, ഇടിയിക്കാം, അത് എന്നിട്ട് ഊരാം, ഇതെല്ലാം ചെയ്യാനുള്ള അവകാശം. എന്നാൽ ഒരു മതത്തിൻ്റെ ചുറ്റുപാടിൽ, മതവേദികളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള അധ്യാപനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു വീടിൻ്റെ അകത്ത് ഒരു പെൺകുട്ടിക്കും ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു റിയാലിറ്റി ഇവിടെ ഉണ്ടായിരിക്കെ, ഈ സാധനത്തെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ കുഴപ്പത്തിലാക്കുന്ന ആരുടെ ജീവിതമാണ്? ഇതിൻ്റെ അടിമത്തത്തിൽ പെട്ടുപുഴലെന്ന് ബാക്കി ആളുകളുടെ ജീവിതത്തിലല്ലേ? ഇതാണ് നമ്മളിവിടെ ഇതിനെ എതിർക്കേണ്ടതിൻ്റെ ആവശ്യകതയാണെന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു വശം ഞാൻ പറയുകയാണ് സാന്ദർഭികമായിട്ട്. നമ്മൾ ഏതൊരു നടി ഇവിടെ വന്നിട്ട് അടിക്കുക സാത്വികയോ അങ്ങനെ കണ്ട് പറഞ്ഞിട്ട് ഒരാൾ പറയാറുണ്ട്,
ഇന്നാളും എന്തോ ഒരു എഴുന്നള്ളിപ്പ് നടത്തിയിരുന്നു. എനിക്ക് ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കാൻ ഇഷ്ടം, എനിക്ക് ഭർത്താവിൻ്റെ കീഴിൽ രാവിലെ വന്ന് കാല് തൊട്ട് വന്നിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം. അവർക്ക് വന്നിക്കാനും വന്നിക്കാതിരിക്കാനും ഭർത്താവിൻ്റെ താഴെ നിൽക്കണം, മോളിൽ നിൽക്കണം, ഇതിനൊക്കെ ഉള്ളൊരു പ്രിവിലേജ് ഉള്ളപ്പോൾ മറ്റ് സ്ത്രീകൾക്ക് അങ്ങനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വന്നിക്കാതിരിക്കാനോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മുകളിൽ വന്ന് നിൽക്കാനോ ഉള്ള ഒരു അവകാശമില്ലാതിരിക്കെ അവർ ആ പാട്രിയാർക്കൽ സമൂഹം ഭർത്താവിനെക്കാട്ടിയും സക്സസ്ഫുൾ ആയിട്ടുള്ള ആക്ട്രസ് ആണ് അവര്. ഇത് ഇവിടെ സക്സസ് നമ്മൾ എടുക്കുന്നില്ല, തൽക്കാലം മാറ്റി വെക്കുന്നു. ഞാൻ പറയാം അത്രയും സക്സസ്ഫുൾ, അത്രയും പ്രിവിലേജ്ഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകൾ വന്ന് ഇതിനെ നോർമലൈസ് ചെയ്യുമ്പോൾ സത്യത്തിൽ അവിടെ വെച്ചു കൊടുക്കുന്ന ആ ഒരു പരിക്ക് അത് ആർക്കാണ് ഏൽക്കേണ്ടി വരുന്നത്? അത് ഈ പാട്രിയാർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന ആളുകൾ, അവർക്കല്ലേ ഇത് വരുന്നത്. അവർ ഇതറിയുന്ന ഒരു ഘട്ടം വന്ന് അവരെന്താ ചോദിക്കുക, കണ്ടില്ലേ ആ സ്ത്രീയെ കണ്ടുപഠിക്കുക, അവളൊക്കെ കണ്ടില്ലേ ഞങ്ങളെ ഞാൻ 2 എണ്ണം തല്ലിയാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേണം എന്ന് പറയുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് എതിർക്കാൻ കഴിയും? ഇതാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ അവൾ കണ്ടില്ലേ, അത് ഒരു ചോയ്സ് ആയിട്ട് നിങ്ങൾക്ക് അത് ഇട്ടാൽ എന്താ എന്നാണ് ചോദിക്കുക. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള നിയമങ്ങളെ ലെജിറ്റിമൈസ് ചെയ്ത് കൊടുക്കുന്നു, കാടത്തത്തെ ലെജിറ്റിമൈസ് ചെയ്യുന്നു. അതിനപ്പുറം ഇപ്പോൾ ഈ നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള യൂണിഫോം വിഷയം വന്നു കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ അത് അനുസരിക്കുക, അതിൻ്റെ അപ്പുറം ഇല്ല ഇപ്പുറം ഇല്ല. അത് ഓരോ സ്കൂളിന് അതിനനുസരിച്ചുള്ള നിയമം ഉണ്ടെങ്കിൽ അത് പാലിക്കുക. പ്രത്യേകിച്ച് ഇവിടെ ക്രിസ്ത്യൻ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതാണ് നമ്മളിവിടെ ആലോചിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലൊരു നേരത്തെ പറഞ്ഞതിൽ ഞാൻ നോട്ട് ചെയ്ത് അത് സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടല്ലോ, എല്ലാവരും അപലപിച്ച കാര്യമാണ്. എനിക്ക് തോന്നുന്നു സുനിതയും ചിലപ്പോൾ അത് അപലപിച്ചിട്ടുണ്ടാവും. വീഡിയോ ഞാൻ തോന്നുന്നില്ല, അല്ലെ? പൊതുവെ എല്ലാവരും പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എന്തിന്റെ പേരിലാണ് ആ കുട്ടീനെ അവിടുന്ന് ഇറക്കി വിട്ടത്? ആ നിയമത്തിന്റെ പേരാണ് ഹിജാബ് നിയമം. അതെ, അതും ഹിജാബ് തന്നെയാണ്. അപ്പൊ ഞാൻ ഹിജാബിലുള്ള ഞാൻ ഈ കടുകൊക്കെ മാറ്റിയിട്ട് ഇത് മാത്രം ഉപ്പുമാവ് മാത്രം കഴിക്കുക, അങ്ങനെയല്ല. അത് ഹിജാബ് എന്ന് വെച്ചാൽ മൊത്തം സ്ത്രീകളെ അടിച്ചമർത്താനുള്ള ആ ഒരു മെന്റാലിറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന റൂളാണ് ഹിജാബ്. അത് ജസ്റ്റ് മാത്രമല്ല, ഞാൻ വേറൊരു കാര്യം പറയാം. ഈ കുട്ടീന്റെ കേസ് വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത്, നമ്മൾ ഹിജാബ് ഇടുന്ന ജസ്റ്റ് ഒരു തുണി ഇടുന്ന അങ്ങനെയല്ല. നമ്മൾ അറിയാനാവുന്ന പ്രായത്തിന് മുന്നേ തന്നെ പെൺകുട്ടിയും ആൺകുട്ടിയും വേറെയാണ്. പെൺകുട്ടി കുറച്ചൊന്ന് പതുങ്ങി നടക്കേണ്ടതാണ്. പെൺകുട്ടിക്ക് ആൺകുട്ടിയുടെ അത്ര സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളത് വളരെ ചെറുപ്പത്തിൽ ഈസിലി കണ്ടീഷൻ ചെയ്യാൻ എടുക്കുന്ന ഒരു ടൂളാണത്. അതാണ് ഇതിലുള്ള പ്രശ്നം. അപ്പൊ നിങ്ങൾ ജസ്റ്റിഫൈ ഇത് നോർമലൈസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷനിങ്ങും കൂടിയാണ് നോർമലൈസ് ചെയ്യുന്നതെന്നും കൂടി പറയാണ്. നിങ്ങൾ പ്രിവിലേജിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ നിങ്ങൾ വളരെ തെറ്റായ ഒരു കാര്യമാണ് നോർമലൈസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് കുട്ടിയുടെ കേസ് വന്നപ്പോൾ പറഞ്ഞത്. അതാണ്. അപ്പോൾ ഏതായാലും ഇറാനിലേക്ക് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിത്രം നിങ്ങളെ മനസ്സിലേക്ക് വരും. ഞാനിതിൻ്റെ ഒരു ഇപ്പം ഇത്ര നേരം പറഞ്ഞത് ഇതിൻ്റെ ലിംഗമതത്വം അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് കുറേ പറഞ്ഞത്. ഇനി ഇതിൻ്റെ പേപ്പട്ടി മതത്വം, ഈ സാധനം ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സെഗ്രിഗേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇട്ടില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് ഈ ചിത്രത്തിൽ കാണുന്നതാണ്. അപ്പോൾ ഇറാന് അല്ലെങ്കിൽ ഇപ്പോൾ സൗദി അറേബ്യയും ഇതേപോലെയുള്ള പണികളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അഫ്ഗാനിസ്ഥാനിൽ മൂട്ടിലിട്ട് അടിക്കുന്നതാണ് നമ്മൾ ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്നും നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മളുടെ അഞ്ജന എന്ന് പറഞ്ഞിട്ടൊരു മാധ്യമപ്രവർത്തക അവിടെ ഇറങ്ങി നടന്നിട്ട് അവരുടെ അനുഭവങ്ങൾ അവിടെ നിന്ന് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഹിജാബിൻ്റെ നിയമങ്ങൾ അത് എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്, പൊതുസമൂഹത്തിൽ പൊതു നിരത്തുകളിൽ പൊതു ഇടങ്ങളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെ നിങ്ങൾക്ക് സ്ത്രീകളെ കാണാൻ കഴിയില്ല. ഇത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ജെൻഡർ അപ്പാർട്ടൈഡ് ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഫീമെയിൽസ് വിൽ ടോട്ടലി ഡിസപ്പിയർ ഫ്രം ദ ഈ പറയുന്ന ഇതിൻ്റെ ഔട്ട്സൈഡ് വേൾഡ്. ഇതാണ് ഇതിൽ സംഭവിക്കുക, കംപ്ലീറ്റ്ലി വാനിഷിങ്. അതാണ് അവിടെ ഉണ്ടാകുന്നത്. ആ രീതിയിൽ ഇതിനെ ഒളിപ്പിച്ച് നിർത്തുന്ന ഒരു വസ്ത്രമായിട്ടും ഒരു നിയമമായിട്ടും ഇത് നിലനിൽക്കുമ്പോൾ അവിടെയാണ് ഇതിൻ്റെ മറ്റു വശങ്ങൾ കടന്നു വരിക. അത് ഒപ്രഷൻ എങ്ങനെയാണെന്നുള്ളതാണ്, അനുസരിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്, അവിടെ എങ്ങനെയാണ് അത് അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഈ ചിത്രം ഇതെങ്ങനെയുണ്ടായത്? സുനിത ഈ ചിത്രങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത് അതാണ്. കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല. കാരണം എന്താണ്? നിങ്ങൾ ഈ കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന തിരക്കിലല്ലേ. ഈ ചിത്രം എന്താണ് എന്ന് പറയുന്നത് ആരാണ് നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്? മസീഹ് അലി നിജാദ്. ഞാൻ ഈ പറയുന്നു, നിങ്ങളോട് വീണ്ടും ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് മറ്റേ പടുതായിട്ട് നടക്കണമെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അത് നിങ്ങളെ കൊണ്ടാവില്ല. നിങ്ങൾ കൂടിപ്പോയ ഒരു 10 ദിവസം നടക്കും, അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ല. ഇത് ജീവിതകാലം മുഴുവൻ ചെറിയ കുട്ടിയായിരിക്കെ അന്ന് മുതലിട്ട് തുടങ്ങി മരിക്കണം അന്ന് വരെ ഇട്ട് നടക്കുന്ന ആളുകളുടെ അവസ്ഥയാണ് നമ്മളിവിടെ പറയുന്നത്. അത് തലയിൽ പേറിക്കൊണ്ട് നടക്കുന്നുണ്ട്. ആ സമയത്ത് വന്നിട്ട് നിങ്ങളൊരു 5-10 ദിവസം ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു TV ഷോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ചാനലിന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടിട്ട് ഞെളിഞ്ഞു നിന്നാലൊന്നും ഹിജാബ് അങ്ങോട്ട് ശരിയാവില്ല എൻ്റെ പൊന്ന് സുനിത. അപ്പോൾ മസീഹ് അലി നജാദ് ഇറാനിൽ നിന്ന് ഈ പറയുന്ന ഹിജാബിനെതിരെ പോരാടി ദ ഗേൾ വിത്ത് വിൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേര് തന്നെ ഉണ്ടായിരുന്നു ഈ സ്ത്രീക്ക്. ഇവർ ഇറാനിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ആൻറ്റി ഹിജാബ്
പ്രൊട്ടസ്റ്ററാണ്, അതിൻ്റെ ഒരു ആക്ടിവിസ്റ്റൊക്കെയാണ്. അതായത് ഹിജാബ് അവിടുന്ന് ആ റൂൾ അവിടുന്ന് പിൻവലിക്കണം, സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടമുള്ളത് ധരിക്കാനുള്ള ആ ചോയ്സ്, യഥാർത്ഥ ചോയ്സ്, ഹിജാബിൽ നിന്ന് പുറത്ത് കിടന്നിട്ടുള്ള ചോയ്സ്, അത് വേണമെന്ന് ആവശ്യപ്പെടുക. എന്ന് വെച്ചാൽ ഹിജാബ് നിയമം റദ്ദാക്കിയാൽ തനിയെ ചോയ്സ് വരും. അതാണ്. അപ്പോൾ സോ നിങ്ങൾക്ക് ഒരു ഡ്രസ് ചോയ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡ്രസ് ചോയ്സ് ഇല്ലായ്മയാണ് ഈ ഹിജാബ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഒരു നാട്ടിൽ ഹിജാബ് നിയമം നിഷ്കർഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദർ ഇസ് നോ ഡ്രസ് ചോയ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതെ, ഒരു ചോയ്സും ഇല്ല സ്ത്രീകൾക്ക്, വസ്ത്രധാരണത്തിൽ ഒട്ടുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അതിനുവേണ്ടി പോരാടിയിരുന്ന ഒരു സ്ത്രീ മസീഹ് അലി നജാദ്. ഞാൻ നിങ്ങളോട് സുനിതയെ ഞാൻ വെല്ലുവിളിക്കുന്ന അവിടെയാണ്. അതായത് ഇതുപോലുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട്, നിങ്ങൾ കാനഡയിലാണെന്നല്ലേ പറഞ്ഞത്, ഇവർ യു എസിലാണ്. ഇവർ യു എസിൽ ഇത് ഇരുന്ന് പറയുന്ന സമയത്ത് അവരുടെ വീട്ടിൽ വന്നുകൊണ്ട് അസാസിനേഷൻ അറ്റംപ്റ്റ്സ് പലതവണ നടന്നു കഴിഞ്ഞു. കാരണം എന്താണ്? ഇവർ ഈ പറയുന്ന സാധനം, ഈ IRGC എന്ന് പറയുന്ന ഇറാനിലുള്ള ആ ടീം, കുത്തിത്തിരിപ്പ് ടീം, അവരുടെ ഹമാസ്, അവരെ ഇറക്കിക്കൊണ്ട് ഇവരെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടിരിക്കുകയായിരുന്നു 2-3 തവണ. ആ രീതിയിൽ വരെ സംഭവിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർ പറഞ്ഞത് ഹിജാബിനെതിരെയാണ്. അപ്പോൾ അത് ഇറാനിനുണ്ടാക്കുന്ന ഡാമേജ് ചില്ലറയല്ല. കാരണം ഇവർ ഏതാനും 5-10 വർഷം അതിൽ കൂടുതലായിട്ട് ഈ പറയുന്ന ആക്ടിവിസം നടത്തുകയാണ്. അവരവിടെ ഇതിനു വേണ്ടിയിട്ട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ എഴുതി വെക്കുന്ന വാചകം നിങ്ങളൊന്ന് വായിക്കുക. ഇൻ മൈ ബിലവഡ് കൺട്രി ഇറാൻ, ദീസ് 2 women, സൊഹൈല ആൻഡ് മർസിയെ, ഇത് 2 പേരുടെ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇഷ്ടംപോലെ ആളുകൾ നിങ്ങൾക്ക് ചിത്രങ്ങൾ പരിധിയെ കിട്ടും. വേർ സബ്ജക്റ്റ് ടു ആസിഡ് അറ്റാക്സ് ഫോർ നോട്ട് വെയറിംഗ് പ്രോപ്പർ ഹിജാബ്. അതായത് സുനിത ഇട്ട ആ ഹിജാബ്, അമ്മാതിരി ഹിജാബ് ഇട്ട് ഇറാനിൽ കൂടെ നടന്നാൽ മുഖത്ത് ആസിഡ് ഒഴിക്കപ്പെടുന്ന അവസ്ഥയാണുള്ളത്. ഇത് ഇസ്ലാമികമായിട്ട് അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നോ ചോദിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിലെ നിയമമാണ് ഇങ്ങനെയുള്ള സംഗതികളെ ശിക്ഷിക്കുക. അത് ചെയ്യാനുള്ള അധികാരം അവിടെ കൊടുത്തിരിക്കും. കാരണം എന്താണ്? അമ്രു ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു നിയമ ഒരു നിഷ്കർഷിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് നിങ്ങളൊരു തിന്മ കണ്ടാൽ അതിനെ കൈകൊണ്ട് ആദ്യം തടയുക, അല്ലെങ്കിൽ നാക്കുകൊണ്ട് തടയുക, അല്ലെങ്കിൽ അത് മനസ്സുകൊണ്ടെങ്കിലും വെറുക്കുക എന്ന് പറയുന്നൊരവസ്ഥ. അപ്പോൾ ഇസ്ലാമിന് അപ്പർ ഹാൻഡുള്ള സ്ഥലങ്ങളിൽ, മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അത് നാക്കുകൊണ്ട് തടയലോ തെറി വിളിക്കലോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കലോ ഒന്നല്ല, അത് കൈകൊണ്ട് തടയും. ആ തടയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള പലതും ഉണ്ടാവും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇത് സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള സാധനമാണ്. അത് അവരുടെ ഇസ്ലാമിക നിയമം അവർക്ക് കൊടുക്കുന്ന അനുവാദമാണ്. അത് ഗവൺമെൻറ്റുകൾക്ക് നിശ്ചയിക്കാം എന്താണ് അവിടുത്തെ ആ പറയുന്ന ശിക്ഷ എന്നുള്ളത്. അതാണ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ പേപ്പട്ടി മതമെന്ന്. ഇന്ത്യയിലിപ്പോൾ ഘൂങ്കട്ടില്ലേ, പൊട്ട് തൊടുന്നില്ലേ, കുറി വരയ്ക്കുന്നില്ലേ, കുറി വരയ്ക്കാത്തതിൻ്റെ പേരിൽ ആരെങ്കിലും മുഖത്ത് ആസിഡ് ഒഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. അല്ലെങ്കിൽ ഘൂങ്കട്ടിട്ടിട്ടില്ല അതുകൊണ്ട് അവളെ വെട്ടിക്കൊന്നേക്ക് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കാട്ട് ഹിന്ദുക്കൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ അതൊരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒരു സ്കൂളിൽ, ഹിന്ദു സ്കൂളിൽ എല്ലാവരും ഘൂങ്കട്ട് ധരിക്കണം എന്ന് പറയുന്ന ഒരു നിയമം ഏത് സ്കൂളിലാണ് ഉള്ളത്? എവിടെയാണ് ഒരു ഹിന്ദു ഫാമിലി അങ്ങനെ പറയുന്നത്? പക്ഷേ നിങ്ങൾ ഏത് മുസ്ലിം വീട് എടുത്തു കഴിഞ്ഞാലും തട്ടമിടാത്തതിൻ്റെ പേരിൽ വേശ്യ എന്ന വിളി കേൾക്കുന്ന ഒരു പെൺകുട്ടിയെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിൽ കാണും. ഇതാണ് ഓരോ മുസ്ലിം വീട്ടിലെ അവസ്ഥ. ഓരോ മുസ്ലിം, എക്സ് മുസ്ലിം ആയിട്ടുള്ള പെൺകുട്ടിയെയും വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാനുണ്ടാവും ഇങ്ങനെ ഒരു ചരിത്രം. കാരണം ഇതാണ് അവർ ഫേസ് ചെയ്യുന്ന റിയാലിറ്റി എന്ന് പറയുന്നത്. ഇതൊന്നും കാണാതെ, ഈ റിയാലിറ്റി ഉൾക്കൊള്ളാനാകാതെ, ഇത് കാണാൻ ശ്രമിക്കാതെ സുനിതയെ പോലുള്ള ആളുകൾ ഈ പറയുന്ന പരിപാടി നടത്തുമ്പോൾ ഇവരെ അവമതിക്കുന്നതിന് തുല്യമാണ്. ഇവർ നേരിടുന്ന ആ ഒരു ബുദ്ധിമുട്ടിനെ നിങ്ങൾ തൃണവൽക്കരിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നുണ്ടാണ് പറയുന്നത് ഇത് വെറും ജിഹാദി കൂട്ടിക്കൊടുപ്പാണെന്ന്. ഇവിടെ കാണുന്ന ചിത്രങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന ഹിജാബിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്നാണ് ഞാൻ ചോദിക്കുക. ഇനി ഇറാൻ ഇതെ അടുത്ത ഒരു ചിത്രം കൂടി കാണിച്ചിട്ട് ഞാൻ അതിലേക്ക് വരാം. അതായത് ഈ മസീഹ് അലി നിജാദിനെയൊക്കെ നിങ്ങൾക്ക് പോയിട്ട് തിരുത്താൻ കഴിയുമെങ്കിൽ ഒന്ന് തിരുത്തി കാണിക്കുക. എൻ്റെ പൊന്ന് അലി നിജാദ, ഇങ്ങനെയൊന്നും അല്ല, ഹിജാബ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്, ഞാനിട്ട് കണ്ടില്ല, ഇത് എനിക്ക് വേണി ഇടാലോ, എനിക്ക് വേണി ഊരാലോ, ഇതേ മറ്റേതൊരു സിനിമയിലുണ്ടല്ലോ മതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കാണിക്കണം, എനിക്ക് ചാടാലോ, നീ ചാടറാ എന്ന് പറഞ്ഞിട്ട് കാണിക്കണം, എനിക്കിടാലോ. സുനിത, ഞാൻ വീണ്ടും പറയാണ്, നിക്കറിൽ മുള്ളു അലജി അപ്പിയിടും എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം അപ്പിക്കുപ്പായാണല്ലോ, അപ്പോൾ അപ്പിയിടും എന്നാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ കാണുന്നത് ഇതാണ്. In Iran, I was told if I don't wear hijab, I get kicked out from school. I get jailed, lashes, beaten up, and kicked out from my country. And in the West, I'm told sharing my story will cause Islamophobia. I am a woman from Middle East and I am scared of Islamic ideology. Let's talk. ഇതാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക്, അതായത് നമ്മുടെ UAE മിനിസ്റ്റർ പറഞ്ഞു തന്നെയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുക. നിങ്ങൾ ഈ നാട്ടിൽ കൂടുതൽ തീവ്രവാദികളെ കാണും. അതിൻ്റെ കാരണം എന്താണ്? ഇതേപോലെയുള്ള കുറേ നാസികൾ, വാണങ്ങൾ ഇറക്കി വെക്കുന്ന കുറേ സാധനങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കുറച്ച് ഈ നിലപാടില്ലായ്മകൾ, അത് ജിഹാദികൾക്ക് വലിയ വളം ഉണ്ടാക്കുന്ന കാര്യമാണ്. വളമിട്ട് കൊടുക്കുന്നതിന് അവസ്ഥ തുല്യമാണത്. അതിലൂടെ ഉണ്ടാകുന്നത് എന്താണ്? മോർ എക്സ്ട്രീമിസം, മോർ ടെററിസ്റ്റ്. ഇതാണ് സംഭവിക്കുക.
ആ ഇസ്ലാമിസം അവിടെ വളരും എന്ന് പറയുന്നതാണ്. അതാണ് ഞാൻ ഈ പറയുന്നത്. മഹ്സ അമീനി അനുഭവിച്ച ബുദ്ധിമുട്ടിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ, ഇതാണ് മഹ്സ ഈ പറയുന്ന അലി നജാദിയുടെ കുട്ടിക്കാലത്തെ ചിത്രവും അവർ വളർന്നപ്പോൾ ചിത്രം. അവരിപ്പോൾ യു എസിലാണുള്ളത്. സുനിതയ്ക്കൊക്കെ പറ്റുമെങ്കിൽ നേരിട്ട് പോയി സംസാരിക്കുക ഇവരെ. നിങ്ങൾ കുറേ ഞാൻ പറയാൻ പോയത് സുനിത നമ്മൾ വിചാരിക്കുക യൂട്യൂബർ ആണെന്ന്, പക്ഷെ അവരെ തന്നെ വിളിക്കുന്നത് മാധ്യമ പ്രവർത്തക എന്നാണ്. അതറിയോ? മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് അവര് സുഡാപ്പി ന്യൂസുകൾ മാത്രം വെളുപ്പിക്കുന്ന ഒരു തരം മാധ്യമ പ്രവർത്തകയാണോ നിങ്ങൾ? അല്ല എങ്കിൽ ഞാൻ നിങ്ങൾക്ക് അല്ല, അതല്ലാതെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് തരികയാണ്. നിങ്ങൾ ഇവിടെ അടുത്തല്ലേ ഉള്ളത്, യുഎസിന്റെ അടുത്ത് തന്നെ ഉള്ളത്. നിങ്ങൾ ഇതൊരു അവരൊന്ന് പോയി ഇന്റർവ്യൂ ചെയ്ത് നിങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്യൂ. പക്ഷേ നിങ്ങളുടെ മുഖം എന്തെങ്കിലും വെച്ച് ചട്ടിയേറ്റം വെച്ച് കവർ ചെയ്തോളൂ. ആസിഡ് അറ്റാക്ക് ഒക്കെ വരാനുള്ള നല്ല സാധ്യത ഉണ്ടാവും. ഇത് അത് റിലീസ് ചെയ്തിട്ടുണ്ട്. സുനിതയുടെ ചാനലിൽ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം സജി മാർക്കോസിന്റെ ലെവലെങ്കിലും ആയിരിക്കണം. പൂർണ്ണമായ മണ്ടത്തരങ്ങൾ വിളിച്ചു പോവുക, ചോദ്യം ചെയ്യുമ്പോൾ ബ്ലോക്ക് ചെയ്യുക, ഇതാണ് ഏറ്റവും മിനിമം. ഇതാണ് അവരുടെ പരിപാടി. സജി മാർക്കോസ് ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിലൊക്കെ എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് എഴുന്നള്ളിച്ചിരിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കോയിൻ പൊക്കി കാണിക്കുക. കോയിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട് പാലസ്റ്റൈൻ എന്ന് എഴുതുന്നു, അതിൻ്റെ അടിയിൽ എറിറ്റ്സ് ഇസ്രായേൽ എന്ന ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന സാധനം ലാൻഡ് ഓഫ് ഇസ്രായേൽ. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നീ പോടാ എന്ന് പറയും. ഇതാണ് അവസ്ഥ. ഇതുപോലെയുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് സുനിത ചെയ്തത്. സുനിതയെ നമ്മൾ വെല്ലുവിളിക്കുകയാണ്, അല്ലെങ്കിൽ ഉപദേശിക്കുകയാണ് തന്നെ കുട്ടിക്കോ സ്നേഹത്തിൻ്റെ ഭാഷയിൽ. നിങ്ങൾ ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾ നമ്മളെയൊക്കെ സംഗീതം വിളിക്കുന്നുണ്ടല്ലോ, അതൊക്കെ ജെനുവിനായിട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സംഘവിരുദ്ധതയാണ് കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങൾ നോക്കുന്ന ഇരയോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥത്തിൽ ഇരകൾ ഇവരൊക്കെയാണ്. അവരോടൊപ്പം നിങ്ങൾ നിന്ന് കാണിക്കുക. അത് നിങ്ങൾ അവരെ ഇൻ്റർവ്യൂ ചെയ്യൂ. നിങ്ങൾ തൊട്ടടുത്താണ് അവർ താമസിക്കുന്നത്. അവർക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ കൂടെ വരും. നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുക. എന്നിട്ട് അവരുടെ സ്റ്റോറി നിങ്ങൾ കൊണ്ടുവരിക. എന്താണ് ഹിജാബ് എന്ന് ഹിജാബിൻ്റെ നാട്ടിൽ നിന്നുള്ള ആളുകൾ പറയുന്നത് എന്താണെന്ന് കേട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇവിടെ ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വലിയ വാർത്തയാണ്. അതായത് മഹ്സ അമീനിയെ കൊല്ലാൻ വേണ്ടി ഉത്തരവിടുകയും അതിനുവേണ്ട നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യുന്ന ആ ഇറാൻ്റെ പരമോന്നത മത നേതാവ് നമ്മളുടെ ഹൊമേനി, ആ ഹംനയുടെ ഏറ്റവും ക്ലോസ് അലൈ ആയിട്ടുള്ള ആളുടെ മകളുടെ കല്യാണത്തിന് ആ മകളുടെ വേഷം അത് വലിയ തോതിൽ പുറത്ത് പ്രചരിക്കുകയും അതിൻ്റെ പേരിൽ അപ്പം നമ്മളൊക്കെ തലയിൽ തട്ടോടണം, നിങ്ങൾക്ക് അവിടെ എന്തോ ആവാം, ഏതുപോലെ എന്താണോ നമ്മളുടെ സുനിത ചെയ്തത് അത് തന്നെയാണ് അവിടുത്തെ മത നേതാക്കളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ബാക്കിയുള്ള ആളുകളെ കൊണ്ട് തലയിൽ തട്ടടിക്കുന്നിട്ട് അവരിഷ്ടമുള്ള പോലെ നടക്കും. അപ്പോൾ സുനിതയെ പോലുള്ള ആളുകൾ ഈ പറയുന്ന പോലെ താന്തോന്നികളായിക്കൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുകയും എന്നിട്ട് ഇത് പ്രചോദനം ഉൾക്കൊണ്ട് ഏതെങ്കിലും പെണ്ണുങ്ങൾ തലയിൽ തട്ടിടുന്നു, എന്നിട്ട് പിന്നെ അവർ അതിൻ്റെ അടിമയായിട്ട് കാലം കഴിക്കേണ്ടി വരികയും ചെയ്യുക. സുനിത അപ്പോഴേക്കും തലേന്ന് തട്ടമൊക്കെ ഊരിയിട്ട് ഇഷ്ടമുള്ള പോലെ വേഷമൊക്കെ ഇട്ട് അപ്പുറത്ത് നടക്കുകയും ചെയ്യും. എങ്ങനെയുണ്ട്? അപ്പോൾ ബാക്കിയുള്ള ആൾ ഉന്തിയിട്ടപ്പോൾ നിങ്ങൾക്ക് സമാധാനമായി, ഇതാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞ മാതിരി കുറേ ആളുകൾ ചെയ്യുന്ന പരിപാടിയാണിത്. അപ്പോൾ ഇവിടെ അതിൽ ആ വീഡിയോ പുറത്ത് വന്നിരിക്കണം, ഒന്ന് കണ്ടേക്കാം. അല്ല, തെറ്റ് പറയണ്ടല്ലോ, ഹിജാബ് ഇട്ടിട്ടുണ്ട്. അതെ, അതൊക്കെ കിട്ടും. പക്ഷെ വത്തക്ക മുറിച്ച് വെച്ച മാതിരിയാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞല്ല, വത്തക്ക അത് വരുന്നുണ്ട്, പേടിക്കണ്ട. വത്തക്ക അവിടെ ഉണ്ട്. ഇനി ഈ ഭാഗം കട്ട് ചെയ്ത് പല സ്ഥലത്ത് അത് കുഴപ്പമില്ല, അതൊക്കെ അവർ പ്രചരിപ്പിക്കട്ടെ. എന്താ മത പോലീസിന് എന്താ ഈ വീട്ടിൽ കാര്യം? അതെ, എന്നോടാണോ? ഈ മുതലാളി, അൽ മുതലാളി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇതിപ്പോ കഴിയും. അല്ല, ഇതൊരു ബന്ധമല്ലേ? ഞാൻ വോളിയം പെണ്ണിനെന്താ കല്യാണത്തിന് കാര്യം? സ്വന്തം കല്യാണത്തിന് പോവാൻ പാടില്ല. ഇത് റിസപ്ഷൻ ആയിരിക്കുന്നേ. അങ്ങനെ റിസപ്ഷനൊക്കെ ഒന്നും ഹലാലല്ല. ഉസ്താദിന് അടുപ്പിലാവാലോ. ഓക്കെ, വീണ്ടും മുതലാളിക്ക് എന്തോ ആവാം. അൽ മുതലാളിക്ക് അടുപ്പിലാവാം, അങ്ങനെയാണ്. വനിതാ ഫോട്ടോഗ്രാഫർ. ഭാഗ്യം, അത് കറക്റ്റായി.
വനിത തന്നെയാണോ? ഓക്കെ. ആണെന്ന് തോന്നുന്നു. കേക്കൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ വെസ്റ്റേൺ ഇതല്ലേ, ഇതല്ലേ, ഇതൊന്നും ചെയ്യാൻ പാടില്ല ശരിക്കും. കേക്ക്, ഗൗൺ, ഇതൊന്നും ശരിയല്ല. യെസ്, കണ്ടല്ലോ, ഇതാണ് ഇറാനിൽ നിന്നും കാണുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ഇതൊക്കെ ഇട്ടോളണം. സുനിത അതിട്ട് കാണിച്ച് അവരെയൊക്കെ കുടിയിലേക്ക് തള്ളിവിടും. പക്ഷേ ഈ സാധനം ഇടാത്തതിൻ്റെ പേര് തല്ലിക്കൊല്ലുന്ന ആളുകളുടെ നാട്ടിൽ അവർക്ക് ഇതൊന്നും പറഞ്ഞിട്ടുമില്ല. അവർ സ്വന്തം വീട്ടിലെ കാര്യമൊക്കെ വരുമ്പോൾ അതൊക്കെ ഊരി വെക്കുകയും ചെയ്യും. ഇതാണ് ഇതിലെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മതചിഹ്നം എന്ന് പറഞ്ഞിട്ട് ഇതിനു വേണ്ടി വാദിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നു, ഈ യൂണിഫോമിൻ്റെ വിഷയത്തിൽ നമ്മൾ ആളുകൾ ഹിജാബ് ഇടരുത് എന്ന് പറയുന്നതിന് വേണ്ടിയല്ല ഇത്രയും നാൾ നമ്മൾ അവിടെ നിന്നിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ ഇത് പറയുന്നത് എന്താ, സുനിതയെ പോലെയുള്ള ആളുകൾ ഇതിനു വേണ്ടി വാദിക്കുന്നു എന്ന് കാണുന്നതുകൊണ്ടാണ്. പക്ഷേ സ്കൂളിലെ കാര്യത്തിൽ നമ്മളെപ്പോഴും പറഞ്ഞത്, ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ അതനുസരിക്കുക, അതെല്ലാവർക്കും ബാധകമാണ്. കുട്ടികൾക്ക് ഉള്ള യൂണിഫോം കുട്ടികൾ പാലിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. യെസ്, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.